ശരി സാർ. എനിക്ക് മനസ്സിലായില്ല. പൊയ്ക്കോ. ശരി. എന്താ ഇവിടെ? ക്ലാസ്സിൽ പോകുന്നില്ലേ? ഒരു എന്താ ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നന്നായി വരാഞ്ഞത്. ഇന്ന് ക്ലാസ് മഹാ ബോറായിരുന്നു. ആ, എല്ലാവരും അന്വേഷിച്ചു. ആരൊക്കെയാ? രമേന്താ ഇവിടെ? ഹോസ്റ്റലിൽ നിന്ന് ബോറടിച്ചു, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാമെന്ന് കരുതി. ഞാനും അവധി ദിവസങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. നല്ല സ്ഥലമല്ലേ? ആ. സാറേ, കപ്പലണ്ടി വേണോ? വേണ്ട. ഒരു 25 രൂപയ്ക്ക് വാങ്ങണം സാർ. ഇനി 2 രൂപയ്ക്കും കൂടി വിറ്റാലേ രാത്രി ചോറ് തിന്നാൻ പറ്റൂ. ഇല്ലെങ്കിൽ അമ്മ ചോറ് തരില്ലേ? എനിക്ക് അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? എനിക്ക് ആരും ഇല്ല സാറേ. എന്നാ ഒരു 50 പൈസക്ക് താ. പോട്ടെ സാറേ. 25 പൈസ നാളെ എനിക്കിങ്ങ് തരണം. ഇല്ല, തരില്ല. എന്താ പോവാണോ? അല്ല, അല്പം നടക്കാം. ശരി. കാറ്റിനൊരു മുഴക്കമല്ലേ? ആരോ മൂളിപ്പാട്ട് പാടുന്നല്ലേ? അത് ഹരി കവിയായതുകൊണ്ട് തോന്നുന്നതാണ്. ആയിരിക്കും. അന്ന് യൂത്ത് ഫെസ്റ്റിവലിന് ഹരി ചൊല്ലിയ കവിത എനിക്ക് വളരെ ഇഷ്ടമായി. തനിച്ചിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അത് ഓർമ്മ വരും. അപ്പോഴൊക്കെ ഹരിയെ കൊണ്ട് ചൊല്ലിക്കണം തോന്നും. പക്ഷേ ഒരിക്കലെങ്കിലും ഹരി ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ? അതൊന്ന് പാടു ഹരി. ഇവിടെ വെച്ചോ? ഒന്ന് പതുക്കെ മൂളിയാലും മതി. വരികളൊക്കെ ഒരുവിധം എനിക്കറിയാം. ഒന്ന് എഴുതിയെടുത്ത് സൂക്ഷിക്കാനാ. ഇരിക്കൂ പ്ലീസ്. സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തഹസിരുന്നു. ഒരു യുഗ സംഗീത വന്നരേണുവിൽ അന്തരാത്മാവിൻ ശ്രുതിയുയർന്നു. സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു. അറിയോ? അറിഞ്ഞില്ലേ? ആ ഹരി രമയുമായി കവിതയും പാടി പാർക്കി കൂടെ നടക്കുകയാണ്. ഇനി ഞെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞാനും ഒരിക്കൽ ഞെട്ടിയതാ. എടാ, നീ പറയുന്നത് സത്യമാണോ? എന്റെ അമ്മയാണ്, അച്ഛനാണ്, സർവശക്ത ഗുരുവായൂരപ്പനാണ് സത്യം. അവര് പാടി, ഞാൻ കണ്ടു. അവരിനിയും പാടും. എന്തോന്ന് ഛേ, അളിയനെ മാത്രം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പ്രേമിക്കണമെന്ന് പറഞ്ഞ കഷ്ടമല്ലേ? അവനെയും ഏതെങ്കിലും ഒരുത്തി ഒന്ന് പ്രേമിച്ചോട്ടെ. ഗോപൻ സാറിന് ഒരു ഫോൺ. ആണ് പെണ്ണോ? പെണ്ണ്. അയ്യോ, പെണ്ണിന്റെ ഫോൺ. അതൊന്ന് വേഗം പാടോ. ഇപ്പോഴത്തെ ഫോൺ വിശ്വസിക്കാൻ ഒക്കില്ല, പെട്ടെന്ന് കട്ടാവും. ഹലോ, അതൊന്ന് വേഗം പാടോ. ഇതിപ്പം അല്ല, ഇവിടെ പറഞ്ഞ ഹലോ. ഹലോ. യെസ്, ഗോപൻ ഹിയർ. ആര്? രാജമ്മയോ? ഞാനാണ്. എന്താ ഗോപനോട് വഴക്കാണോ? എന്തിനാണ് ഈ സമയത്തൊക്കെ ഫോൺ ചെയ്യുന്നത്? മനുഷ്യന് വേറെ ജോലി ഇല്ലാത്ത പോലെ.
എന്താ ഗോപ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? മനസ്സിലാഞ്ഞിട്ട് നിന്റെ സൗന്ദര്യപ്പടക്കം കണ്ടിട്ടേ നിന്റെ പുറകെ വാലുമായിട്ട് നടക്കാനേ എനിക്ക് സൗകര്യമില്ല. കഴിവാറണ മോളെ. ഞാനെന്താ തെറ്റ് ചെയ്തത്? ഹോട്ടലിലേക്ക് വിളിച്ചപ്പോ വരാത്തതിനാണോ? എന്റെ പൊന്നു ഗോപ, അങ്ങനെയൊക്കെ വരുന്ന തെറ്റല്ലേ? വേണ്ടടി, നീ വരണ്ട. ഞാൻ വിളിക്കുന്നിടത്ത് വന്നാലേ നിന്റെ ചാരിത്രം അങ്ങ് നശിച്ചു പോകത്തില്ലയോ? ചുമ്മാ പോടി, മനുഷ്യനെ മെനക്കെടുത്താതെ. ഓ പോടി. ഹലോ ഹലോ, എന്താണോ ഞാൻ ചൂടായത്? അതൊക്കെ ഒരു ടെക്നിക്കല്ലേ. എന്ന് വെച്ചാ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെ. അവർക്ക് ഇടക്കിടക്ക് തല്ലുകൊള്ളണം, അല്ലെങ്കിൽ കുറെ ചീത്ത കേൾക്കണം. കിക്ക് എ ഗേൾ ഷീ വിൽ ലവ് യു, ലവ് എ ഗേൾ ഷീ വിൽ കിക്ക് യു. അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അവളുടെ സങ്കല്പത്തിലെ കാമുകൻ. പ്രസ്തുത പെണ്ണിനോട് ഈ ടെക്നിക്കേ പറ്റൂ. ചേട്ടാ ഭയങ്കര. അളിനിതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത് ജന്മസിദ്ധമായ ഒരു വാസനയാണ്. അതെ അതെ അതെ. പാട്ട്, ചിത്രം വരയ്ക്കൽ എന്നിവ പോലെ ഒരു കഴിവാണ് പ്രേമിക്കൽ. മനസ്സിലായോ? മോളെ കാശ് എത്രയായി? 12 രൂപ. എന്ത് 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 12 രൂപ. ബസ് സ്റ്റാൻഡിൽ ഇതുവരെ വരുന്നതിന് 12 രൂപ. നിന്റെ വേല കഴിഞ്ഞ് വെച്ചത്. മര്യാദക്ക് കാശ് തന്നിട്ട് പോണേ. എന്തൊരു കഷ്ടമായി പോയി. എന്താടാ? ആ കൊച്ചു പെണ്ണ് നീ ചീത്ത പറഞ്ഞല്ലോ. അളിയൻ വിഷമിക്കാതെ. അരമണിക്കൂർ കഴിയുമ്പോ അവളുടെ ഫോൺ വീണ്ടും വരും. എങ്ങനെ അറിയാം? അതാണ് അതിന്റെ മനഃശാസ്ത്രം. അവൾക്ക് ഇനി സ്വസ്ഥത കിട്ടൂല. സാർ അവളുടെ ഫോണായിരിക്കും അല്ലേ? സാറിന്റെ വീട്ടിൽ സാറിന്റെ ചേച്ചി വന്നിരിക്കുന്നു. അയ്യോ അതെന്റെ ചേച്ചിയല്ല, അവളെന്റെ മുറപ്പെണ്ണ. നീ പോ. അയ്യാ അവളെ കാശിന്റെ കണക്ക് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല. നീ കോമ്പോസിഷൻ ബുക്ക് വാങ്ങിച്ചെന്ന് പറയാം. അതെ അതെ കോമ്പോസ്. ഒരു കാര്യം ചെയ്യ്, ഒരു ബുക്ക് എടുത്തുണ്ടോ? ബുക്ക് പഠിക്കാണെന്നെങ്കിലും വിചാരിച്ചോളൂ. ചെല്ലു ചെല്ലു. തീർത്ത് വിളിച്ചിട്ടുണ്ട്. നാറുവോ? അതൊന്നും അറിയാം. നീ ഷർട്ട് എടുത്തോണ്ട് പോ. അതെ ഷർട്ട്. എടാ എന്താ കേട്ടാടാ? അയ്യോ തലേന്റെ എന്റെ തലയല്ലേ. നാശം. അമ്മാവ ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പോഴാ പയ്യമ്മെന്ന് പറഞ്ഞ നിങ്ങൾ വന്നിരിക്കുന്നെന്ന്. ഇതാണോ പഠിച്ചോണ്ടിരിക്കുന്നത്? അച്ഛാ ഇത് സിനിമാ മാസിക. എന്തോന്ന്? സിനിമാ മാസിക. അയ്യോ അത് പിന്നെ കെമിസ്ട്രി ബുക്കിനടുത്ത് ഫിസിക്സ് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചപ്പോ അടുത്ത് തന്നെ ആപ്പിൾ കാർട്ടിരിക്കുന്നു. ബെർണാഡ് ഷായുടെ. ഏത് ബെർണാഡ് ഷാ? നമ്മുടെ ബെർണാഡ് ഷാ അമ്മാവാ. അപ്പൊ തോന്നി ആപ്പിൾ കാർട്ട് വേണോ അതോ ഷേക്സ്പിയറുടെ ഒഥല്ലോ വേണോ? എന്തിനു പറയുന്ന എന്റെ അമ്മാവാ, ഇംഗ്ലീഷ് എടുത്ത് മലയാളത്തിന്റെ മേളി വെച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി. അത് നോക്കാതെ അമ്മാവാ, വൃത്തികേട്. പണമുള്ള ചില തന്തമാരുടെ മക്കൾ വരുന്നുണ്ട്, അവന്മാര് വാങ്ങിച്ചിട്ടുണ്ടാ ഇതൊക്കെ. അയ്യോ മോളെ ആ കാശിന്റെ കണക്ക് ചോദിക്കും. എന്തിനാ 100 രൂപ വേണമെന്ന് എഴുതിയിരുന്നത്? ഈ മാസം 1-ാം തീയതിയല്ലേ 150 രൂപ അയച്ചത്. ഇനിയും കുറെ പുസ്തകങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. പിന്നെ എണ്ണ, സോപ്പ്, അലക്കുകൂലി, മുടിവെട്ടൽ, അങ്ങനെ പലതും. അച്ഛാ എണ്ണ സോപ്പ് മേടിച്ച കണക്ക് കഴിഞ്ഞ എഴുത്തിലുണ്ടായിരുന്നില്ലേ? മൊത്തം 12 രൂപ. നീ എന്താണ് ആനയോ ഇത്ര സോപ്പിലാക്കാൻ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നത് കഴിയുന്നതും വേഗം ഇവിടെ കൊണ്ട് നിന്നെ കെട്ടിക്കാനാണ്. നീ എന്റെ അനന്തരവനാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ ഞാൻ നിനക്ക് തരുന്നത്. അല്ലെങ്കിലേ ഇവിടെ കെട്ടാൻ ഒരുപാട് പേരെ കിട്ടും. കിട്ടും കിട്ടും. പ്രമീളയ്ക്ക് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ടാ കല്യാണം നടക്കാൻ താമസിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞെന്ന് അമ്മ പറഞ്ഞു. ഇവർക്ക് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. നീ ഒന്ന് ചൊവ്വായാ മതി. നാളെ എന്റെ ബർത്ത്ഡേയാ. അയ്യോ എപ്പോ? എടാ അവളുടെ പുറന്നാളാണ്. നീ വരണമെന്ന്. വരാം. വരുമ്പോലെ പ്രസന്റ് കൊണ്ടുവരണ്ടേ? അതിന് കാശ് തരാം. ബസൂലി തരാം. എന്നാ വരാ. കൊടുമോളെ. ബുക്കിംഗ് ഇതാ. അമ്മാവനും മോളും ഒന്ന് പോണം. അമ്മാവനും മോളും വന്നിട്ട് എന്തായി? കൊറേ ചീത്ത വിളിച്ചു, കുറച്ച് കാശും തന്നു. കാശ് തന്നില്ലേ? പിന്നെ കുറെ ചീത്ത കേട്ടാൽ എന്താ കുഴപ്പം? കുഴപ്പം ഇപ്പോഴല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പണ്ടാരത്തിനെ കൊണ്ട് എന്നെ കെട്ടിപ്പിക്കണമെന്നാണ് മൂപ്പിൽസിന്റെ പരിപാടി. അയ്യോ ഹലോ ഗോപൻ. ഹലോ. എന്താ സുമാരെ വല്ലായിരിക്കുന്നേ? അമ്മാവൻ വന്നായിരിക്കും. അമ്മാവൻ മാത്രമല്ല മോളും വന്നു. ഇതിന്റെ കല്യാണ ഫോട്ടോ ഇത് നോക്കിയിരുന്ന് ഭാര്യ ഓർക്കാനാണല്ലേ? അതൊരു പ്രത്യേക സുഖം തന്നെയാളിയാ.
അവന്റെ സമയം. ആ അരവിന്ദനെ കണ്ടു പഠിക്കും. പെണ്ണ് കിട്ടിയതിന് ശേഷം ഇവിടെ ഒന്ന് പഠിക്കുന്നു. പിന്നെന്താ നിനക്ക് പഠിച്ചതിന് ശേഷം പെണ്ണ് കിട്ടിയ? അതിന് അവക്ക് ചൊവ്വാദോഷമുണ്ട്. അതുകൊണ്ടല്ലേ എന്നെ വിലക്കെടുത്തിരിക്കുന്ന അവളെ കെട്ടാൻ. അതിന് നീ ചൊവ്വയല്ലേ? അതിന് ഈ ചൊവ്വായേ ഉള്ളോ? വേറെ ചൊവ്വ ഉണ്ടല്ലോ ഈ നാട്ടില്. ഓവി ആഹാ, ഇത് കണ്ടോ? ഞാനും ശ്രീമതിയും കൂടിയുള്ള ഫോട്ടോ. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ അവൾക്ക് പുതിയതായിട്ടൊരു താല്പര്യം. ഈ ഫോട്ടോ കൂടി ഇവിടെ വെക്കണമെന്ന്. അവളുടെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അരിയിൽ ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നു. കോളേജിലെ കുട്ടികൾ പറഞ്ഞ് വിവരം ഞാൻ അറിഞ്ഞു. കോളേജിലെ ബന്ധങ്ങൾക്ക് പ്രേമത്തിന്റെ വിലയോ ഗൗരവമൊന്നും കൊടുക്കരുത്. പഠിത്തം കഴിയുമ്പോ ഓരോരുത്തർ ഓരോ വഴിക്ക് പോകും. പിന്നെ കണ്ടുമുട്ടിയെങ്കിലായി, ഇല്ലെങ്കിലായി. പക്ഷേ ഞങ്ങളുടെ ബന്ധം അങ്ങനെയല്ല. രമ സുന്ദരിയാണ്, നല്ല കുടുംബവുമായിരിക്കാം. പ്രേമവും ചീത്തയായ ഒരു വികാരമല്ല. പക്ഷേ ഇങ്ങനെ പഠിത്തം നശിപ്പിക്കുന്നതാണ് ആ സാധനമെങ്കിൽ അത് വേണ്ട. മറ്റൊരു പെൺകുട്ടിയിലും കാണാത്ത പ്രത്യേകത എനിക്ക് രമയോട് തോന്നുന്നു. ഓരോ നിമിഷവും കാണണമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഈ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെയാ. ഞാനൊന്ന് ഫോൺ ചെയ്തു തരാം. രമയ്ക്കായിരിക്കും. അതെ. ഹലോ, ഞാൻ ഹരിയാണ്. രമയൊന്ന് വിളിക്കാവോ? രമ ലൈബ്രറി പോയിരിക്കുക. ഓ ശരി. പ്രിയപ്പെട്ട രമേ, ഞാനിപ്പോൾ സുഖവും ദുഃഖവും ഒരുമിച്ച് അനുഭവിക്കുകയാണ്. പ്രേമം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേർന്നാണല്ലോ. ഞാൻ രമയെ സ്നേഹിക്കുന്നു. രമയുടെ ഹരി. അങ്കിൾ ഒന്ന് ഫോൺ ചെയ്യാനുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. പിന്നെ വഴിക്ക് വെച്ച് ഗോപനെ കണ്ടു. എന്നിട്ട് നീ വിചാരിക്കുന്ന അയാൾ അത്ര നല്ലവനല്ല. അയാളുടെ നോട്ടവും സംസാരവും അയാൾ എനിക്കിഷ്ടമല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇടപെടുന്ന പുരുഷന്മാരൊക്കെ ഞാൻ നിർത്തേണ്ടടുത്ത് നിർത്തും. അല്ലാതെ എല്ലാരെയും പ്രേമിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ ആൾക്കാരെന്ത് വിചാരിക്കും? എന്നെ മനസ്സിലാക്കാത്തവർ വല്ലതും പറഞ്ഞെന്നിരിക്കും. ഈ കുട്ടിയോട് സംസാരിച്ചാൽ ഞാൻ തോറ്റു പോവുകയുള്ളൂ. എനിക്ക് മറ്റുള്ള പെൺകുട്ടികളെ പോലെ കാലിലെ നഖം നോക്കി നടക്കാനൊന്നും കഴിയില്ല. എന്താടോ, ഇനിയൊന്നും പറയാനില്ലേ? അപ്പൊ അറിയില്ലേ, ഞാൻ വന്നേക്കാം. ഓ, എനിക്ക് നല്ല വിശപ്പുണ്ട്. തനിക്കോ? എനിക്കും. രാവിലെ ഒരു ഇഡ്ഡലി കഴിച്ചുള്ളൂ. അതാ ഗോപൻ. അതാ അയാളിപ്പോ സംസാരിക്കാൻ വരും. ഞാൻ പോട്ടെ. അയാൾ വന്നപ്പോഴും തിന്നളയൊന്നുമില്ല. ഏതായാലും ഞാൻ പോന്നു. ഹലോ രമ. ഹലോ. ഞാനിന്ന് മുഴുവൻ രമയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാനും അതെ. ഈ പുസ്തകം തിരിച്ചു തരാൻ. ഞാനത് മിനിഞ്ഞാന്ന് വാങ്ങിയ നോവല. ഒന്നാം തരമായിട്ടുണ്ട്. രമയൊന്ന് വായിച്ചാൽ മതി. താങ്ക് യു. അപ്പൊ ഞാൻ വരട്ടെ? ഞാനും വരാം. നല്ല വിശപ്പ്. ഞാനും കൂടെ രമയുടെ ഹോസ്റ്റലിലേക്ക് വരട്ടെ? വന്നോളൂ. പക്ഷെ ചോറ് വേണമെന്ന് ഗോവിന്ദന്റെ മേറ്റിനോട് പറഞ്ഞോണം. എന്നൊരു സിനിമയ്ക്ക് പോയാലെന്താ? അയ്യോ വേണ്ട, ചിലപ്പോ അമ്മാവൻ വരും. ഈ രാത്രിയിലോ? വിശ്വസിക്കാൻ ഒക്കില്ല. രാത്രിയിലും വരും. കുറുക്കന്റെ സ്വഭാവമാണ്. അയ്യാ ഒന്നില്ല വീണോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഞാനും അവളും തമ്മിൽ വലിയ പ്രേമത്തിലല്ലേ. ഞാനിപ്പോ എവിടെ വിളിച്ചാലും അവള് വരും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചുറ്റുപാടിലാണിപ്പോ. ഞാൻ ഏതായാലും അവളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുക. അവൻ പോയടേ. പോയോ? നല്ല പോലെ കൊണ്ട്. വാ. ഇനി ഉറങ്ങ. ഹരി എന്താ ഇത്ര വൈകിയത്? സതിയൊന്ന് വിളിക്കാവോ? വിളിക്കാം. ആരാ വിളിക്കുന്നത്? സതിയുടെ അങ്കിൾ. അവളും അവളുടെ ഒരു അങ്കിളും എപ്പോ നോക്കിനും ഫോൺ ചെയ്യാൻ നേരമുള്ളൂ. ഹലോ, അങ്കിളാണോ? അതെ. സതി എപ്പോഴാ ഇങ്ങോട്ട് വരിക? ഞായറാഴ്ച വരാം.
ആന്റി എന്ത് പറയുന്നു? ആന്റി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. കൊടുക്കട്ടെ? വേണ്ട, ആന്റി വിളിക്കണ്ട, ഞാൻ വരുമ്പോ കണ്ടോളാം. എന്നാ ഇനി ഞായറാഴ്ച കൂടാം. എന്താ പോരെ? ശരി. ആരാ ഫോൺ ചെയ്ത്? അങ്കിൾ വീട്ടിലേക്ക് ക്ഷണിച്ചതായിരിക്കും അല്ലേ? അതെ അതെ, ആന്റിക്കാണ് വലിയ നിർബന്ധം. ഞാൻ അവിടെ നിന്ന് പഠിച്ചാൽ മതിയെന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. എന്നാ പിന്നെ അതല്ലേ നല്ലത്, ഭക്ഷണമെങ്കിലും നല്ലത് കഴിക്കാമല്ലോ. അച്ഛൻ പറഞ്ഞ് അവരെ ഉപദ്രവിക്കണ്ടാന്ന്, അതുകൊണ്ടാ. സാറ് കപ്പലണ്ടി ഉണ്ടായോ? വേണ്ട. ആ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ സാറ് വാങ്ങിച്ചേനെ. സാറേ കപ്പലണ്ടി. പോവാൻ. ആ ചേച്ചി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്ര ദേഷ്യം. സാറേ, ദിവസപ്നം തന്നെയാണോ? ഹരി എന്താ ക്ലാസ്സിൽ വരാത്തത്? വന്നില്ല. ഹരിക്ക് എന്ത് പറ്റി? ആകെ ഒരു മാറ്റം. ഞാൻ അങ്ങനെയൊക്കെയാണ്. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കും. 2-3 ദിവസമായി ഹരി ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? ഹോസ്റ്റലിൽ എപ്പോ തിരക്കിയാലും ആളില്ലാന്ന് പറയും. ലൈബ്രറിയിൽ ഉണ്ടാവുന്ന കരുതി ഞാൻ എത്ര പ്രാവശ്യം ലൈബ്രറിയിലും വന്നു. എന്താ വിശേഷം പറയാനുണ്ടോ? എന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ പോരെ? ഞാനിന്ന് പോയേക്കാം. എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഒഴിവാക്കിയ തന്നെ രമയ്ക്കെന്താ? രമയ്ക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടല്ലോ, പെൺകുട്ടികളും ആൺകുട്ടികളും. എനിക്ക് ഹരി അതുപോലെയാണോ? അല്ലെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത്. എനിക്കങ്ങനെ തോന്നിയില്ല. ഇല്ലെങ്കിൽ ഹരിയത്തോട് ഞാനിവിടെ വരുമായിരുന്നു. നമുക്കറിയായിരിക്കും. രമേ, സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു. സംഗീതവർണ്ണരേണുവിൽ അന്തരാത്മാവിൻ ശ്രുതിയുയർന്നു. സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു.
മന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു. സൗഗന്ധികം പൂത്ത ശ്രാവണ പുലരിതൻ കൺചുവന്നു. ഏതോ വസന്തത്തിൽ ഞാനലിഞ്ഞു ശാലേന സൗന്ദര്യ കുളിരുലഞ്ഞു. ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ ഒന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സാർ ഈയിടെ ക്ലാസ്സിൽ പോവാറ് 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ, ഹണിമൂൺ ആഘോഷിക്കാൻ പലരും ഈ ഹോട്ടലിലാണ് വരാറുള്ളത്. വേണമെങ്കിൽ നമുക്കും കല്യാണത്തിന് ശേഷം ഞാൻ തീരുമാനിക്കും. സദ്യ വരുന്നതിന് മുമ്പ് എനിക്ക് ഹോസ്റ്റലിൽ എത്തണം. അവൾ അങ്കിളിനെ കാണാൻ പോയിരിക്കുക. അങ്കിൾ അങ്കിളോ? ഇവിടെ അങ്കിളൊന്നും വേണ്ട, ഡാളി. പക്ഷേ അങ്കിളിനെ ആന്റിയും കാണാൻ പോകുന്ന ഞാൻ എല്ലാരോടും കള്ളം പറഞ്ഞിരിക്കുന്നത്. വളരെ ശരി, ബുദ്ധിയുള്ളവരാരോ പറഞ്ഞതാണ്. ഞാൻ അങ്കിൾ, നീ ആന്റി. അങ്കിളിന്റെ അടുത്ത് ആന്റിക്കിരിക്കാം. എത്ര നാളിങ്ങനെ ഒളിച്ചുകളി തുടരും? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ഇത് കഴിച്ചാ മതി, ഒരു കുഴപ്പവും വരില്ല. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്തിനാ വീട് കൊടുത്തത്? ഞാൻ അറിഞ്ഞു ഇങ്ങനെ തോന്നാം. ഇങ്ങനെ സ്ഥിരമായി പെണ്ണുങ്ങളെ കൊടുക്കുന്ന അയൽക്കാർക്കല്ലേ മോശം? എന്റെ പ്രസന്റേഷൻ. ഹലോ. ഞാനാ ചേട്ടാ. എപ്പോഴും ഒന്ന് സൗകര്യമായിട്ട് കാണാൻ പറ്റുക? ഓ, തമ്പിയാണോ? ഇന്ന് വേണ്ട, 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഓഫീസുള്ള ദിവസം സാധിക്കില്ല. അവധി ദിവസമെങ്കിലും ഇങ്ങനെ ബോറന്മാരെ ക്ഷണിക്കാതിരുന്നൂടെ? ശരി, അങ്ങനെ ആവട്ടെ. ആരാ? ഒരു ബോറൻ, അവന് വേറെ ജോലിയില്ല. ഈ സാരി നിനക്ക് നന്നായി ചെയ്യും. ഡിസൈൻ കൊള്ളാം, നല്ല സാരി, എനിക്കിഷ്ടമായി. അങ്കിൾ തന്നതാ. നിന്റെ അങ്കിളിന് കലാബോധം ഉണ്ടല്ലോ. അല്ലല്ല, സെലക്ഷൻ ആന്റിയുടേതാ. കൊള്ളാമല്ലോ. ഇനി എനിക്ക് സാരി എടുക്കുമ്പോ നിന്റെ ആന്റി കൂടി വിളിക്കാം. ശരി. ആ, ഒരു മിനിറ്റ്, ഞാനൊന്ന് കുളിച്ചിട്ടെ. എന്താ ഒരു മൂഡ് ഔട്ട്? എനിക്കറിയാം, രമയെ വിചാരിച്ചിട്ടായിരിക്കും. അവള് ഹരിയെയോ ശ്രീയെയോ ആരെങ്കിലും പ്രേമിക്കട്ടോ? ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ആണാണെങ്കിൽ നാളെ അവളെ ഹോട്ടലിൽ കയറ്റും. നിനക്ക് സംശയം ഉണ്ടോ നോക്കൂ. എന്താളേ താമസേ? അല്ലേ, കണ്ടല്ലോ. സമ്മതിച്ചളിയാ. എന്റെ
അച്ഛനാണ്, അമ്മയാണ്, ഗുരുവായൂരപ്പനാണ്. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാണേ. ഗോപനും രമയും കൂടെ ഒന്നിച്ചൊരു ഹോട്ടലിൽ കയറി. അളിയൻ വിഷമിക്കണ്ട, നമുക്കും ഒരു കാലം വരും അളിയാ. ഇപ്പൊ അവർ 2 പേരും കൂടെ ഒരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് തനിച്ച്, ആരും കാണാതെ എന്തെടുക്കുമായിരിക്കും, ചായ കുടിക്കുകയായിരിക്കും. അളിയന് വിഷമമുണ്ടെങ്കിൽ ഞാൻ പറയണില്ല. സ്റ്റോപ്പ്, ഞാൻ നിർത്തി. പറഞ്ഞതുപോലെ അവളെ കൊണ്ടുപോയല്ലോ, സമ്മതിച്ചിരിക്കും. അല്ലെങ്കിൽ മുഴുവൻ നീ തന്നെ തീർത്തോ? അളിയാ, എനിക്ക് ആ സന്തോഷം സഹിക്കാൻ വയ്യാതെ വന്നപ്പം ഒരൽപ്പം കുടിച്ചു, പിന്നെയും ഒരൽപ്പം, കുറെ കൂടി കഴിഞ്ഞപ്പോ കുറെ അധികം സന്തോഷം, അപ്പം സ്വൽപ്പം കുടിച്ചു, പിന്നെയും സന്തോഷം വന്നപ്പോ. അങ്ങനെ സന്തോഷം മാത്രം പോരാ, ഈ വിവരം ഹരിയോട് ചെന്ന് പറയാൻ വേണം. ഞാൻ ഇപ്പൊ പറയും. വാതില് ചവിട്ടി പൊളിച്ചു. ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട, എനിക്കിപ്പൊ പറയണം. നാളെ മതിയടാ. ശരി, നാളെ എങ്കിൽ നാളെ. നാളെ ഞാൻ പറയുകയും ചെയ്യും, ഈ കോളേജിലെ ചെറു മുഴുവൻ എഴുതി വെക്കുകയും ചെയ്യും. ചുവരിലല്ല, റോഡിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ. പക്ഷെ ഒരു കാര്യം, ഹരിയോട് വിവരം പറ. പറയാ വിളിയാ, അതുകൂടെ തീർക്കട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാനൊന്ന് കിടത്തി കുടിപ്പിച്ചോളാം. വാ. എന്നാലും ആ രമ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേ ഇല്ല. അത് കാണുന്നത് വരെ ഗോപനും രമയും കൂടി ഒരുമിച്ചൊരു ഹോട്ടലിൽ കയറി പോകുന്ന കണ്ടവനാണ് ഞാൻ. ഇനിയെങ്കിലും അവളെ വിശ്വസിച്ച് ജീവിതം പാഴാക്കി കളയുന്ന കഷ്ടമാണ് ഹരി. അയ്യോ, വെറുതെ പോയി വഴക്കൊന്നും ഉണ്ടായി കളയല്ലേ. അയ്യോ. ഗോപൻ, രമയെ കുറിച്ച് അനാവശ്യം എഴുതി വെച്ചത് താനാണല്ലേ? ഞാനല്ല. ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കരുത്. ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നിരിക്കും. ആ ഹോട്ടലിലെ ബില്ല് ഞാൻ തന്നെ പേയും ചെയ്യും. ഗോപ, ഇനി ഒരിക്കൽ കൊണ്ടുപോകുന്നൊന്നും പറയാൻ പറ്റുകയില്ല. കൊണ്ടുപോയാ അറിയിക്കാം. എടാ, സാരമില്ല അളിയാ. തമാശയാണെന്നല്ലേ കരുതി. ഇഷ്ടപ്പെട്ടൊന്ന് സീരിയസ് ആയാലോ? സാറേ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനാ. എന്ത് വേണം? ഇന്നലത്തെ കാശ് മുഴുവൻ തന്നില്ലല്ലോ സാറേ. എന്തിനാ സാറേ തേവിളിശികളുടെ കാശ് കടം വയ്ക്കുന്നത്? ആര് പറഞ്ഞു? ഞാൻ കൊടുത്തല്ലോ. അവർക്ക് 50 രൂപയൊന്നും കൊടുത്താ പോരാ, 100 രൂപ എണ്ണി കൊടുക്കണം. അത് പറഞ്ഞിട്ടാ ഇന്നലെ അവളെ നിങ്ങളുടെ കൂടെ ഹോട്ടലിലേക്ക് അയച്ചത്. എന്നിട്ട് കൊടുക്കാനുള്ള കാശും കൊടുക്കത്തില്ല. അനാവശ്യം പറയരുത്. ചുമ്മാതിരിക്കണം സാറേ. നേരം വെളുക്കും മുമ്പേ അവളെ വീട്ടിൽ കൊണ്ട് വിടാന്നല്ലേ സാറ് പറഞ്ഞത്. എന്നിട്ട് വിട്ടോ? മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അവളെ പോലീസ് പിടിച്ചു. അവളിപ്പോ മജിസ്ട്രേറ്റ് കോടതിയില്ല. ഇനി 10-200 രൂപ ഉണ്ടെങ്കിലേ അവളെ ഒന്ന് ജാമ്യത്തിൽ എടുക്കാൻ പറ്റും. നേരെ തല്ലും വഴക്കുണ്ടാക്കിയെന്ന് ഞാൻ അറിയാൻ ഇടവരരുത്. എനിക്ക് മനസ്സിലായില്ലേ? പൊയ്ക്കോ. ഗോപൻ, കോളേജിന് വെളിയിൽ വെച്ചുണ്ടായ സംഭവമായതുകൊണ്ട് ഞാൻ തന്നെ ഡിസ്മിസ് ചെയ്യുന്നില്ല. പക്ഷേ നേരെ അത് ആവർത്തിക്കരുത്. ഇല്ല സാർ, ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. കൂടുതൽ സംസാരിക്കണ്ട. വിവരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി.
ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടിയെടുക്കും. മനസ്സിലായില്ലേ? പൊയ്ക്കോ. ഞാൻ പേടിച്ച് കിടക്കുകയായിരുന്നു. വല്ലോനും വന്ന് വിളിച്ചാ പനിയാണെന്ന് പറയണമെന്ന് വിചാരിച്ചു. പ്രിൻസിപ്പളിനെ പിടിച്ച് വരട്ടിയപ്പോ എന്നെ പറ്റി വല്ലതും ചോദിച്ചോ? ദൈവമേ, ഇനി കോളേജിൽ നിന്ന് എഴുത്തോ മറ്റോ അയച്ച ആ ഭദ്രകാളനും കൂടെ എന്റെ എല്ല് തല്ലി ഒടിക്കും അളിയാ. സുകുമാരൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. ആ ചൂടിന് ഞാൻ ഉടനെ അവനോട് ചോദിക്കാനും ചെന്നു. അയാളുടെ കാര്യങ്ങളാ. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യം സംസാരിക്കാം. എന്ത് കാര്യം? ഒരു നല്ല കാപ്പി കുടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചാലോ? സംസാരിക്കാം, പക്ഷെ കൂടിയില്ല. എന്റെ കാശില്ല. എന്റെ ഗുരുവായൂരപ്പ, ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആ സ്നേഹത്തിന് മുമ്പ് തോറ്റുപോയി. ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞത് വിശ്വസിക്കാമോ? ചേട്ടൻ നല്ലയാണ്, പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ചേട്ടൻ തീർച്ചയായും അച്ഛനെ വന്ന് കണ്ട് സംസാരിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതിയിരിക്കുന്നത് അടുത്ത ആഴ്ച കല്യാണം നിശ്ചയിക്കുമെന്നല്ലേ? അതെ, എന്റെ അമ്മാന്റെ മകൻ തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് ചേട്ടൻ എന്റെ വീട്ടിൽ വരും, എന്നെ വിവാഹം കഴിക്കും. അച്ഛൻ എതിർത്താലോ? എതിർത്താൽ എന്നെ രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എന്റെ ചേട്ടൻ തയ്യാറാണ്. അമ്മ പണത്തിന് പോയിട്ട് കണ്ടില്ലല്ലോ അമ്മേ. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇപ്പൊ തിരിച്ചാലും ഇന്ന് ഫീസ് അടയ്ക്കാൻ പറ്റും. കടം വാങ്ങിക്കുന്ന പണമല്ലേ മോനെ, ചെന്ന് ചോദിച്ചാൽ ഉടനെ കിട്ടുമോ? അല്പ സ്വല്പ താമസമൊക്കെ വരും. ഇനി പരീക്ഷ തുടങ്ങാൻ 2 മാസം കൂടെ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ ഞാൻ അമ്മയെ പണം ചോദിച്ച് വിഷമിപ്പിക്കില്ല. ആകപ്പാടെ എനിക്ക് നീ ഒരുത്തനേ ഉള്ളൂ. നിന്നെ പഠിപ്പിക്കുന്നത് അമ്മയ്ക്കൊരു വിഷമമാണോടാ? അല്ലമ്മേ, അമ്മയും അമ്മാവനും എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു. അതൊക്കെ അങ്ങനെ ഇരിക്കും. അമ്മ വന്നല്ലോ. കിട്ടിയോ സദാശിവ? ആ കിട്ടി. അല്പം കുറവുണ്ട്, 250 രൂപയേ ഉള്ളൂ. എന്നാ മോനെ, തൽക്കാലം ഇത് മതി അമ്മേ. ബാക്കി നാളെയോ മറ്റന്നാളോ മണിയോട് അയച്ചു തരാം. അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുതരാം. പറ്റേമ്മേ, പറ്റേമ്മ. മോനെ ഇതാ കുറച്ച് പാറ്റല്ല, ഇതുകൂടെ കൊണ്ടുപോകും. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ. സാരമില്ല മോനെ, കൊണ്ടുപോകും. അമ്മയുടെ കാര്യം. ആ ശരി. ഹലോ, രമയാണ്. സതിയാണോ? എന്താ കാര്യം? എന്റെ കല്യാണം ഉറപ്പിച്ചു. എത്ര ദിവസമായിട്ടും ചേട്ടൻ ഒന്നും അച്ഛനെ കണ്ടില്ല. ഞാൻ ഓഫീസിലും വീട്ടിലും ചേട്ടനെ വിളിച്ചു നോക്കി, കേട്ടില്ല. രമ ഒരു ഉപകാരം ചെയ്യൂ, എങ്ങനെയെങ്കിലും ചേട്ടനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് വരാൻ പറയൂ. ചേട്ടൻ താമസിക്കുന്ന ചർച്ചിനെടുത്ത നമ്പർ 34. തീർച്ചയായിട്ടും ചേട്ടനെ പറഞ്ഞു വെക്കണം, ഇല്ലെങ്കിൽ ശരി. രമേ, എവിടെയാ പോകുന്നത്? ക്ലാസ് വരുന്നില്ലേ? ഇല്ല, ഞാനൊരു കൂട്ടുകാരെ കാണാൻ പോവാ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. കൂട്ടുകാരിയോ? ആരാ അത്? അത് പിന്നെ ഞാൻ പിന്നെ പറയാം. വേഗം കണ്ടിട്ട് വരാം. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് രമ, ഞാൻ സതിയുടെ കൂട്ടുകാരിയാണ്. അല്പം സംസാരിക്കാനുണ്ട്. വരൂ, അകത്തിന് സംസാരിക്കാം. ഇരിക്കൂ. ഇന്നലെ എനിക്ക് സതിയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഞായറാഴ്ച നിങ്ങൾ ചെല്ലാത്തോണ്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ദയവേത് ഇന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് ചെല്ലൂ. ഞാൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് 2-3 ദിവസത്തിനകം സതിയുടെ വീട്ടിൽ പോവാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല.
നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി സതിയെ കാണണം. ധൃതി കൂട്ടിയാൻ പറ്റില്ല. എനിക്ക് എന്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങൾ തീരുന്നത് വരെ സതിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അവൾ ഗർഭിണിയാണ്. എളുപ്പത്തിൽ അവസാനിപ്പിക്കാവുന്ന കാര്യം. 2-3 മണിക്കൂർ ഹോസ്പിറ്റലിൽ കിടന്നാൽ സംഗതി ശരിയാവും. പക്ഷെ പറഞ്ഞാൽ അവൾ അനുസരിക്കണ്ടേ? സതി എനിക്ക് നല്ലവണ്ണം അറിയാം. അവൾ ഒരിക്കലും അവമാനം സഹിക്കില്ല. അവൾ എന്തെങ്കിലും സാഹസം കാണിച്ചാൽ... അങ്ങനെയൊന്നും പറഞ്ഞ് പെരുപ്പെടുത്താതെ. ഞാനിതുവരെ കണ്ടവനാ. അവൾ ചത്തുകളെന്ന് പറഞ്ഞാൽ ഓടിച്ചില്ല, എന്നെ കിട്ടില്ല. അപ്പോ നിങ്ങൾ സതിയെ കാണാൻ പോവില്ല അല്ലേ? ഇല്ലെന്ന് തന്നെ വെച്ചോ. എന്ത് ചെയ്യും? അങ്ങനെ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തിക്കാൻ ഒക്കുമോ ഞാനും നോക്കട്ടെ. പെണ്ണെ, വെറുതെ വാശി പിടിക്കല്ലേ. വീടൊന്നേ, എന്തോന്നാ അവിടെ നോക്കിക്കുന്നത്? ഇല്ല, ഒരാള് അകത്തോട്ട്. ഓ, ആ പെണ്ണിന്റെ കൂടെ വന്നായിരിക്കും അല്ലേ? ഇവന് പതിവായി പെണ്ണുങ്ങളെ കൊണ്ട് കൊടുക്കുന്നത് നീയാണ് അല്ലടാ? എടാ, ചെറുപ്പത്തിലെ തടി ചീത്തയാക്കരുത്. പക്ഷെ ഇതിനകത്തുള്ള ശ്രീകൃഷ്ണനെ ഞങ്ങളൊന്ന് പെരുമാറിയിട്ടേ വിടും. താമസിയാതെ തന്നെ പെരുമാറും. ഇന്ന് തന്നെ അവന്റെ പെണ്ണുപിടുത്തം ഞങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അവന്റെ പെണ്ണുപിടുത്തം ഞങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. സതിയെ രക്ഷിക്കൂ. നിങ്ങളെ വിശ്വസിച്ചു എന്നൊരു കുറ്റം മാത്രമേ അവൾ ചെയ്തുള്ളൂ. പെണ്ണെ, കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് പോവാം. ഒരു സ്ത്രീയോടായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരി, എന്നാൽ വിളിച്ചോണ്ട് വരും. ഇനി വരുന്നത് ആണുങ്ങളായിരിക്കും. ഓ, അപ്പൊ ഞാൻ നോക്കിക്കോളാം. സാർ, ചായ കൊണ്ടുപോകാൻ എന്റെ ഒരു ചായ. ഹരി, ഹരി എന്താ ഈ വഴിക്ക്? ഹരിക്ക് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലായിരിക്കുന്നല്ലോ. എനിക്ക് ഗോപനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഗോപൻ ക്ഷമിക്കണം. രമ ചീത്തയാണ്. എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എങ്ങനെ എങ്ങനെ മനസ്സിലായി? കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ പിന്നെ പറയാം. എനിക്ക് മനസ്സിന് യാതൊരു സുഖവും തോന്നില്ല. അതൊന്നും സാരമില്ല ഹരി, ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. വാ, നമുക്ക് ഇതിനകത്തുനിന്ന് സംസാരിക്കാം. ഞാനില്ല. ഒന്നും സാരമില്ലെന്ന് പറഞ്ഞല്ലേ. വാ വാ. ഓഹോ, അവൾ അങ്ങനെയാണല്ലേ? ജീവിതത്തിൽ ഞാനിങ്ങനെ പ്രയാസപ്പെട്ടിട്ടില്ല. ആ, ഇത് കഴിക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. വേണ്ട ഗോവൻ. മനസ്സ് തോക്കുന്നിടത്ത് മദ്യം ചിലപ്പോൾ വിജയിക്കും. അത്ര ഒരു സന്ദർഭമാണിത്. വേണ്ട, പ്ലീസ്. കഴിക്കേ. അവളെ അങ്ങനെ വെറുതെ വിടരുത്. ഇനി ഒരിക്കലും അവൾ ആരെയും ചതിക്കരുത്. ആ, കഴിക്കേ. ജോണി വാക്കർ. എന്തൊരു പോതാ എന്റെ പെണ്ണ് പോതാ. വിട്ടോ വിട്ടോ. അവിടെ കാണും ഇരിക്കുന്നു. ഗുഡ് നൈറ്റ്. നമസ്കാരം. നോക്കി വെച്ചിരിക്കുന്നു. സാറേ, സാറിന് 2 പ്രാവശ്യം ഫോൺ വന്നിരുന്നു. ഈ സാറിനോ ആ സാറിനോ? സാറിനാണ്. വന്നാൽ ഇവിടെ രമ വിളിച്ചു പറയാൻ പറഞ്ഞു. വീണ്ടും ഒന്നുകൂടെ വിളിച്ച് ഹരിയെ സമാധാനിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും. അവളെ ഒന്ന് വിളിച്ചു നോക്കാം. പെണ്ണുങ്ങളല്ലേ, നാവിടുത്തെ കള്ളവേ പറയൂ. ഇല്ല, ഞാനവളെ വിളിക്കില്ല. എന്റെ പൊന്നളിയാ, ഞാൻ വിളിച്ചു തരാം. അവക്കെന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാമല്ലോ. ഹലോ, ഗെറ്റ് മീ രമ പ്ലീസ്. ഹലോ, ആരാ? ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഹരിയോട് പറയാനുണ്ട്. വളരെ അത്യാവശ്യമാണ്. ഈ മിഡ് നൈറ്റിൽ എന്താ ഇത്ര അത്യാവശ്യം? എന്താ ഹരിയുടെ സംസാരം ആകെ മാറിയിരിക്കുന്നല്ലോ? എന്ത് പറ്റി? എന്റെ സംസാരത്തിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ?
ഞാനൊരല്പം മദ്യപിച്ചു. ഹരി, എന്താ ഇത്? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ. വേണ്ട വേണ്ട, ഡോണ്ട് അഡ്വൈസ്. ഉപദേശിക്കൊന്നും വേണ്ട. കാര്യം എന്താന്ന് പറ. ഫോണിൽ പറയാനുള്ള കാര്യമില്ല. നാളെ രാവിലെ ഞാൻ നേരിൽ കാണുമ്പോ പറയാം. 9 മണിക്ക് സാധാരണ കാണാറുള്ള സ്ഥലത്ത്, ഗാർഡനിൽ. എന്ത് പറഞ്ഞറിയ? നാളെ 9 മണിക്ക് ഗാർഡനിൽ ചെല്ലണം അത്ര. ആ, തീർച്ചയായിട്ടും പോണം. അവൾ എന്താ പറയണമെന്ന് നമുക്കറിയാമല്ലോ. നീ പോയിട്ടെ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ചു. സാറേ, വാച്ചർ വാച്ചർ കിടന്ന് ഉറങ്ങണം. നീ പോടാ പോടാ പോ ചെല്ല്. അവന്റെ ഒരു വാച്ചർ. അളിയമ്മ, നമുക്ക് എന്റെ മുറി പോയി സംസാരിക്കാം. സാർ, സാർ എഴുന്നേൽക്കുന്നില്ലേ സാർ? സമയം ഒരുപാടായി. സാറിനൊരു ഫോൺ ഉണ്ടായിരുന്നു. ആരുടെ? രമചേച്ചിയുടെ. ഹരിസാറിനെ കാത്ത് നിൽക്കാമോ? അതെ. ഹരിസാർ കണ്ടമാനം മദ്യപിച്ച് റോഡിൽ വീണു. ഞാനെടുത്തൊരു മുറിയിൽ കിടത്തി. എവിടെ? നമ്മുടെ ഹോട്ടലിൽ. ഞാനും വരുന്നു. സാറിനോട് വരാറുള്ള ചേച്ചിയെ നോക്കാണോ? അതെ, നീ കണ്ടോ? ആ ഹോട്ടലിൽ സാറിന്റെ കൂടെ അങ്ങോട്ട് പോണുണ്ടോ? ഹരി, ഹരി, നീ എന്തിനാണ് രമ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നു? ഗോപൻ സാർ പറഞ്ഞിട്ടാ സാർ. ഹരി, ഹരി, ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഹരി എന്താ ഇങ്ങനെ? ഹരി എന്നെ വിളിപ്പിച്ചോണ്ടല്ലേ ഞാൻ അവിടെ വന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രമ തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിലും ധ്വനി അതല്ലേ? ഹരി, ഞാൻ ചീത്തയിട്ടില്ല. എന്നെ വിശ്വസിക്കില്ലേ? എന്നോടൊന്നും ചോദിക്കരുത്. ഇങ്ങനെ ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്. ആ, ചിലരുടെ കണ്ണിൽ ഞാനൊരു പേരുവാണ്. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കിനെ ഒഴിവാക്കണം അല്ലേ? ചെയ്തോളൂ. അതിനുവേണ്ടി യാചിക്കാൻ ഞാനില്ല. രമ എന്ത് കുറ്റപ്പെടുത്തിയാലും എനിക്കൊന്നുമില്ല. പക്ഷേ സ്നേഹിച്ച മനുഷ്യൻ തന്നെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കും. രമ ഇന്ന് വീട്ടിൽ പോകാൻ തീരുമാനിച്ചോ? അതെ. ഇന്ന് ക്ലാസ്സുള്ള ദിവസമല്ലേ? ശനിയാഴ്ച പോയാ പോരെ? ഇല്ല, ഞാൻ ഇന്നെ പോവാ. അപ്പൊ പിന്നെ പരീക്ഷയ്ക്ക് വരില്ലേ? ഇല്ല, ഞാനിനി പഠിക്കുന്നില്ല. പോയിട്ട് വരാം.
സംഗതി അറിഞ്ഞോ? എന്താ? രമ പഠിത്തം നിർത്തി വീട്ടിൽ പോയി. ചേച്ചി വരുന്ന വിവരം അമ്മാവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത്. എന്താ ഇപ്പൊ ക്ലാസ് ഇല്ലേ? ഇനി കുറച്ച് ദിവസമേ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് പരീക്ഷയാ. അപ്പോ ഇനി പരീക്ഷയ്ക്ക് പോയാൽ മതിയല്ലേ? അതെ. പ്രേമിച്ച് നടന്നപ്പോ പരീക്ഷയെ പറ്റി ആലോചിക്കണമായിരുന്നു. അത് കേട്ടോ? ഹലോ ഹലോ, നീ ജയിച്ചു വാ. കൃഷ്ണ, ഹലോ വാ വാ. ദൈവാനുഗ്രഹം, ജയിച്ചു വാ. എക്സാം എഴുതുന്നില്ലേ? ഇല്ല, എഴുതിയ കഷ്ടകാലത്ത് ഞാൻ ജയിച്ചു. ഉടനെ എന്റെ അമ്മാവൻ എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. അയാൾ അങ്ങനെ സൂഹിക്കണ്ട. താൻ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അച്ഛനാണ്, അമ്മയാണ്, ഗുരുവായൂരപ്പനാണ് ഞാൻ എഴുതൂല്ലേ. കൃഷ്ണ, ഞാൻ പോണേ. ആ രമയുടെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. പരീക്ഷ എഴുതാൻ കൂടി വന്നില്ല. ശരിയാണ്, നല്ലൊരു കുട്ടിയായിരുന്നു. കഷ്ടമായിപ്പോയി. ഞാൻ പോട്ടെ. ശരി. അല്ലയോ ബാ, അനുഗ്രഹിക്കാം. ആ രമേ, ദേ എഴുത്ത്. പ്രിയപ്പെട്ട രമേ, സതി ആത്മഹത്യ ചെയ്തു. സതി ആത്മഹത്യ ചെയ്തു. സതി ആത്മഹത്യ ചെയ്തു. മോനെ വന്നു. കുറച്ചേരെ അളച്ചു. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? തരക്കേടില്ല. ഇനി എന്താ പരിപാടി? തുടർന്ന് പഠിക്കുന്നോ അതോ ഇയാളെ പോലെ ബിസിനസ് ചെയ്യുന്നോ? ഏതായാലും ഇനി പഠിക്കാൻ വയ്യ. പറ്റിയ പോലെ ഗൾഫിലെ മറ്റോ പോയി കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്തായാലും നിന്റെ ഭാവിയെ കുറിച്ച് നീ തന്നെ വേണം തീരുമാനിക്കാൻ. വാ. ഹലോ ഗോപനിയ. അല്ലേ, ഞാനാ വിനോദ്. നീ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. അത് പോട്ടെ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇന്നൊരു പുതിയ പാർട്ടിയുടെ ഡാൻസാ. വൺ മിസ് രശ്മി. ഞാൻ ഉടനെ വരാം. ഓക്കെ. ആരാ? ഞാനാ. അല്ല, ചേട്ടനോ? അമ്മാവനില്ലേ? ഇല്ല, അച്ഛൻ 2 ദിവസമായി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അത് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മാവനെ ഒന്ന് കാണണം. എന്തിനാ അച്ഛനെ കാണുന്നത്? ഏതായാലും പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. BA ജയിക്കും. അത് കഴിഞ്ഞ് MA ചേരണ്ടേ? കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കണം. അതിന് കുറച്ച് പൈസ ചോദിക്കാനാ വന്നത്. ഇന്നാൾ അച്ഛൻ ചേട്ടന് പഠിക്കാൻ നിന്ന് കാശിന്റെ എല്ലാം കൂടി കണക്ക് നോക്കാൻ പറഞ്ഞു. 10,013 രൂപ 95 പൈസ. ഞാനായതുകൊണ്ട് 10,000 നിന്നു. ചേട്ടാ, ചേട്ടാ അറിഞ്ഞോ? കല്യാണത്തിന് വേണ്ടി അച്ഛൻ എനിക്കൊരു മാല വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. വരൂ, കാണിച്ചു തരാം. അയ്യോ വേണ്ട, അമ്മ വന്നിട്ട് ഞാൻ പിന്നെ വരാം. വരുന്ന്. വേണ്ട വേണ്ട. അയ്യോ അകത്ത് ഭയങ്കര ഇരുട്ട്. ഞാനില്ല. അയ്യോ, ആരും ഇപ്പൊ വരില്ല. അതാണ് എനിക്ക് ഭയം. വരും ചേട്ടാ. വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതിനു മുമ്പ് നമ്മൾ അടുക്കാൻ പാടില്ല. ഈ ചേട്ടന്റെ ഒരു നാണം. വേണ്ട വേണ്ട. കല്യാണത്തിന് മുമ്പ് ഞാൻ എന്റെ ചാരിത്രം നശിപ്പിക്കാൻ സമ്മതിക്കില്ല. അതല്ലേ എന്റെ ഏറ്റവും വലിയ സ്വത്ത്. അയ്യോ, അമ്മാവൻ വന്നെത്തി.
നീ പരീക്ഷ എഴുതിയില്ലേ? പരീക്ഷ എഴുതില്ല. എല്ലാരും എഴുതി. എല്ലാരും എഴുതി, പക്ഷെ നീ മാത്രം എഴുതിയില്ല. അയ്യടാ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ ഒന്നും ആലോചിക്കണ്ട. നിനക്ക് അഥവാ അല്പം മാർക്ക് കുറവുണ്ടെങ്കിൽ തന്നെ പാസ്സാക്കാമല്ലെന്ന് കരുതി ഞാൻ നിന്റെ പേപ്പറും തിരക്കി നടന്നു. അപ്പോഴാണ് നിന്റെ കള്ളത്തരം മനസ്സിലായത്. നീ പരീക്ഷ എഴുതിയില്ലെന്ന്. എനിക്കറിയാം അമ്മാവൻ പേപ്പറിന്റെ പുറകെ പോകുമെന്ന്. കഷ്ടകാലത്തിന് ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ പെൻഷൻ കാലത്ത് അഴി എണ്ണണ്ടേ? അതല്ലേ ഞാൻ പരീക്ഷ എഴുതാതിരുന്ന. അച്ഛ, ഇതെന്നെ കല്യാണം കഴിക്കാതിരിക്കാനുള്ള സൂത്രമാ. ജയിച്ചാലേ കല്യാണം നടത്തൂന്ന് അമ്മാവൻ പറഞ്ഞത്. സാരമില്ല, രൂപ 10,000 ചില്ലുവാനമാ എനിക്ക് ചെലവായിട്ടുള്ളത്. അപ്പൊ ഞാൻ കാല് മാറുമെന്ന് അമ്മാവൻ വിചാരിച്ചല്ലേ? മാറൂല അമ്മാവാ. അച്ഛാ, വിടല്ലേ അച്ഛാ. ഇതുപോലെ എത്ര പേരെ ഞാൻ പിടിച്ചിരിക്കുന്നു. ഒന്നില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലോടാ. ഞാൻ ആണാണെങ്കിൽ ഇവിടെ കൊണ്ട് തന്നെ നിന്നെ കിട്ടും. അയ്യോ ചേട്ടാ, ചേട്ടാ. ഗോവൻ ഗൾഫിൽ പോയിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞില്ലേ? അതെ അതെ, അവനിപ്പോ കാശുണ്ടാക്കാനുള്ള തിരക്കില. സ്വന്തം കാലിൽ നിൽക്കാറായ സ്ഥിതിക്ക് ഇനി അവനൊരു കല്യാണത്തെ പറ്റി ചിന്തിച്ചുകൂടെ? അക്കാര്യത്തിൽ മാത്രം ഒരു അച്ഛന്റെ അധികാരം ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇക്കാലത്ത് നമ്മൾ അതിന് ശ്രമിക്കുന്നതും വിഡ്ഢിത്തമാണ്. പിന്നെ വ്യക്തിപരമായി എന്റെ അഭിപ്രായം ചോദിച്ചാൽ അവൻ തന്റെ മകളെ വിവാഹം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ആ, നമുക്കങ്ങനെ മനക്കോട്ട കെട്ടാമെന്നല്ലാതെ ഇതൊക്കെ തീരുമാനിക്കുന്ന പിള്ളേരല്ലേ? അത് ശരിയാ. ഏതായാലും ഉടനെ അവൻ ലീവിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കാം. ശരി, വരട്ടെ. ഞാനൊന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം നോക്കിയാലെന്താ? നല്ല കുട്ടിയാ. അതിനവൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാനും ചേച്ചിയും ഒരുപാട് പറഞ്ഞു നോക്കിയതാ. മോനെ, മോനെ ഹരി, രാമപിള്ള പറഞ്ഞ പെൺകുട്ടിയെ ഒന്ന് പോയി കണ്ടാലെന്താ? ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ, ജോലി കിട്ടിയിട്ട് മതി പെണ്ണുകാണൽ വിവാഹമൊക്കെ. കണ്ടോ, ഇതാണ് ഇവന്റെ പറച്ചില്. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ ജോലി വാങ്ങിത്തരാൻ പറ്റിയ വല്ല പെൺപിള്ളേരെ അന്വേഷിക്കട്ടെ. എല്ലാം അവനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. അതാണ് അതിന്റെ ശരി. ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ചിലർക്ക് കല്യാണത്തോടു കൂടി ആ ഭാഗ്യം തെളിയുക. പിന്നെ അങ്ങോട്ട് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. പോസ്റ്റ്മാൻ വരുന്നു. ഹരിസാറിനൊരു എഴുത്തുണ്ട്. മോനെ, നിനക്കൊരു എഴുത്ത്. ജോലിക്കാര്യം വല്ലതും ആണോ എന്തോ. അവൻ അപേക്ഷ അയക്കാത്ത സ്ഥലങ്ങളില്ല. മോനെ വായിക്ക്. ജോലിക്കാര്യം വല്ലതും ആണോ മോനെ? ജോലി കിട്ടിയമ്മേ, ഞാൻ അന്ന് പറഞ്ഞ ചെട്ടി കമ്പനിയിലാണ്. എന്റെ ഗുരുവായൂരപ്പ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പെണ്ണ് കാണാം എന്ന് തന്നെ ഞാനും പറയുന്നത്. അല്ലേ മോനെ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ അമ്മേ? ഇനി നീ ഒഴിഞ്ഞു മാറാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഉടനെ തന്നെ അമ്മാവനെ വിളിച്ചോണ്ട് പോയി പെണ്ണിനെ കണ്ടിട്ട്. ഇപ്പൊ വേണ്ടമ്മേ. എല്ലാരും അങ്ങനെ പറയൂ. എനിക്ക് ഉടനെ കല്യാണം വേണമെന്ന് ആരെങ്കിലും പറയൂ. എനിക്ക് കുറച്ചു നാളായി ശരീരത്തിന് തീരെ സുഖമില്ല. അവൾ ഇതുവരെ കല്യാണത്തിന് സമ്മതിക്കാഞ്ഞത് തന്നെ ഞാൻ ഒറ്റയ്ക്കാവൂന്ന് ഭയന്നിട്ടാ. പക്ഷെ എന്നായാലും പെൺകുട്ടികൾ അച്ഛനെ പിരിഞ്ഞു പോകേണ്ടതല്ലേ? അതെ അതെ. എന്നാ പിന്നെ കാപ്പ് കുടിക്കാം. മോളെ, മോനെ, എന്നാ ഈ പാല് കുടിക്കും. എനിക്ക് വേണ്ടമേ. എടാ, നീ പെണ്ണ് കാണാൻ പോയിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞില്ലല്ലോ. പറയാമേ. വെറുതെ നീ എന്നെ തീ വീതിക്കരുത്. വേണമെന്നോ വേണ്ടെന്നോ നിനക്ക് പറഞ്ഞുകൂടെ? ഞാൻ പറയാമേ.
ഭാഗ്യത്തിന് സാവിത്രി കണ്ടതുകൊണ്ട് അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നുവെന്ന് ആരും പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. ഹരി, ഇതിനു മുമ്പും അവൾക്ക് പല കല്യാണ ആലോചനകളും വന്നതാണ്. ഒന്നിനും അവൾ സമ്മതിച്ചു. ഈ ആലോചനയും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം അവൾ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ പോയ ശേഷം അവൾ വല്ലാതെ വിഷമിക്കുന്നതായി എനിക്ക് തോന്നി. ഹരി എന്തെങ്കിലും പറഞ്ഞോ എന്ന് 2 പ്രാവശ്യം അവൾ എന്നോട് ചോദിച്ചു. എനിക്കപ്പോൾ ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല. അച്ഛനോട് മകൾക്ക് പറയാൻ പ്രയാസമുണ്ടെങ്കിലും അവൾ എല്ലാ വിവരവും എന്നോട് തുറന്നു പറഞ്ഞു. അവൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയല്ല, എന്നെ സമാധാനിപ്പിക്കാൻ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചീത്തയായിട്ടുമില്ല. ദൈവത്തെ ഓർത്ത് വിശ്വസിക്കും. ഹരി അവളെ വിശ്വസിക്കണമെന്ന് പറയുന്നത് ഒരച്ഛന്റെ സ്വാർത്ഥതയായിരിക്കും. എന്നാൽ നിരപരാധിയായ അവളുടെ തകർച്ചയിൽ ഹരിക്ക് പങ്ക് കാണും. എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. വെറുമൊരു ത്യാഗമെന്ന നിലയിൽ ഹരി ഇതിന് സമ്മതിക്കരുത്. കാരണം ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. ഇല്ല, ഞാൻ രമയെ മാത്രമേ വിവാഹം കഴിക്കൂ. അവര് വന്നു. നീ വാ. നവദമ്പതികളെ കാത്തിരുന്ന് അരുണന്റെ പ്രോഗ്രാമൊക്കെ തെറ്റിയോ? അങ്ങനെയൊന്നുമില്ല. കല്യാണത്തിന് കണ്ടതൊക്കെ ക്ഷീണിച്ചു പോയല്ലോ. കല്യാണത്തിന് ഇട്ടിരുന്ന നെക്ലസിന്റെ കാണുന്നില്ലല്ലോ. രമ ഇതൊന്നും കാര്യമാക്കണ്ട. ഇവിടെ 2ാം ക്ലാസ്സും ഗുസ്തിയുമാണ്. ഓ, ഇങ്ങനൊരു വലിയ ബിഎക്കാരൻ. ഇതാണ് വീട്. ഹരി പറഞ്ഞു വാടകയോ. പിന്നൊരു ഭാഗ്യം, വീട്ടുകാരൻ സാധനങ്ങളല്ല ഇവിടെ ഇട്ടിട്ടാ പോയത്. സോഫ മുതൽ അരകല്ല് വരെ. എന്താ പോരെ? ആ പെട്ടിങ്ങ എങ്ങനെയൊന്നും അളിയാ കാര്യങ്ങൾ തുടക്കമല്ലേ അളിയ? പോയിട്ട് വേഗം വരാം. ഇതിന് 2നും കൂടി ഒരുമിച്ച് പാൽ കൊടുക്കാനും മൂത്രം തുടയ്ക്കാനും എന്നെ കൊണ്ട് മാത്രം പറ്റൂല പ്രമീളെ. നിങ്ങൾക്ക് പിന്നെ എന്തോന്നാ ജോലി? BA പാസ്സായോ? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയോ? ഒക്കെ പോട്ടില്ലല്ലോ. എന്റെ ദൈവമേ, എപ്പോ നോക്കിയാലും എന്നെ കുറ്റം പറയാനേ നേരമുള്ളേ. എന്ത് പറഞ്ഞാലും കരഞ്ഞോണ്ടിരുന്നാ മതി. ഒരു കാര്യം ചെയ്യൂല. അയ്യോ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. തെറ്റാണ്, ക്ഷമിക്കണം എന്റെ പൊന്ന് പ്രമീളെ. ഡാർലിംഗ്. അതൊക്കെ ശരി തന്നെ. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ നനച്ചിട്ട് തുണിയൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കണം. വെക്കാതെ. പിന്നെ കോഴി. അതെനിക്കറിയാം. കോഴിയെ കുട്ടയുടെ താഴെ മൂടിയിട്ടിട്ടുണ്ട്. മുട്ട എടുക്കണം. എടുത്തോളാവേ ഡാർലിംഗ്. 1 മണിയാവുമ്പോ ആ സാമ്പാറിന് ചൂടാക്കി വെക്കണം. അല്ലെങ്കിൽ വലിച്ചു പോകും. ഞാൻ വന്നിട്ട് വേണം മാർക്കറ്റിൽ പോവാൻ. നീ മേടിക്കാൻ. എഴുത്താരുടേതാ? എന്റെ കൂട്ടുകാരൻ ദുബായിൽ നിന്നാ. അവൻ അടുത്ത ആഴ്ച കേരളത്തിലോട്ട് വരുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ ഗോപൻ. അവൻ എന്നെ ദുബായി കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുക. പിന്നെ കൊണ്ടുപോയതുപോലെ തന്നെ. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. എന്റെ കൂട്ടുകാരൻ ദുബായിൽ നിന്ന് വന്നോട്ടെ, എന്നെ ഞാൻ കാണിച്ചു തരാം. മക്കള് ആവോ. ഞാൻ ക്ലോസ് ചെയ്തേക്കുമോ? നമസ്കാരം. നമസ്കാരം. എന്റെ കാര്യം എന്തായി സാറേ? ഹെഡ് ഓഫീസിലേക്ക് എഴുതിയിട്ടുണ്ട്. ഉടനെ ശരിയാവും. സാറേ, ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 2-3 മാസമായല്ലോ. മകളുടെ കല്യാണത്തിനാ ഞാൻ ആ കുറി വിളിച്ചത്. വേഗം ശരിയാക്കി തരാം. എന്റെ ഇല്ലായ്മയിൽ കൂടിയാ ഞാൻ ഈ കുറി ചേർന്നത്. സാർ എന്നെ രക്ഷിക്കണം. ഇനി താമസിക്കില്ല, ഉടൻ ശരിപ്പെടുത്താം. ശരി.
മാനേജർ പണം എടുത്ത് സ്വന്തം ആവശ്യത്തിന് മറിക്കും. നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ കെട്ടിയോനെ കാത്തിരിക്കുകയാണല്ലേ? പണ്ടൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. ദാ വന്നു. എന്താ ഇത്ര വൈകിയത്? ഇതൊക്കെ കണ്ടില്ലേ, വാങ്ങാൻ കയറി. എന്തൊക്കെയാ? അടുത്ത പറയാം. 1180 രൂപ, 1280 രൂപ. ചൂടി കൊയിലാണ്ടി കിൻഡൽ ഒന്നാം തരം 445 രൂപ, രണ്ടാം തരം 403 രൂപ പൈസ. ഉണക്കമീൻ ഒന്നാം തരം ചേരി. മട്ടാഞ്ചേരി നല്ല ചലച്ചിത്രഗാനം. ചിലപ്പോൾ സമയം മാറ്റിയതായിരിക്കും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഹരി പുതിയതായിട്ട് റേഡിയോ വാങ്ങിച്ചെന്നാ തോന്നുന്നത്. ശമ്പളം കിട്ടിയ ഉടനെ കാശ് മുഴുവൻ വെറുതെ കളയാ. നിങ്ങൾക്കെന്താ അസൂയാണോ? അതല്ല, ഹരിയുടെ ചിട്ടിക്കമ്പനിയിലെ ജോലി അത്ര നല്ലതല്ല. ഏത് സമയത്ത് വേണേലും അത് പോട്ടാം. അയ്യോ, അതെന്താ? അവിടെ മുഴുവൻ കള്ളത്തരം നടക്കുകയാണ്. കഷ്ടം തന്നെ. രമയ്ക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാമായിരുന്നു. നീ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ശരിയാ, ഞാൻ നാളെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. ആ വരൂ, നമുക്ക് ഊണ് കഴിക്കാം. കുളിരലകൾ മധുചൊരിയും രാവുകളിൽ സ്വരസാഗരഗീതവുമായി ഒരു ശാരിക വന്നല്ലോ. ധനുമാസ കുളിരലകൾ മധുചൊരിയും രാവുകളിൽ സ്വരസാഗരഗീതവുമായി ഒരു ശാരിക വന്നല്ലോ. ചെഞ്ചുണ്ടിൽ താരണിയും പുളകങ്ങൾ തേനുലയും ചെഞ്ചുണ്ടിൽ താരണിയും പുളകങ്ങൾ രാഗവതി തന്മിഴിയിൽ രാഗവതി തന്മിഴിയിൽ ഏതു മോഹഭാവങ്ങൾ ധനുമാസ കുളിരലകൾ മധുചൊരിയും രാവുകളിൽ സ്വരസാഗരഗീതവുമായി ഒരു ശാരിക വന്നല്ലോ. വിരിയുമ്പോൾ പൂന്തിങ്കൾ വിടരുമ്പോൾ മാമ്പൂക്കൾ വിരിയുമ്പോൾ പൂന്തിങ്കൾ വിടരുമ്പോൾ ഹേമവതി തൻ കവിളിൽ ഹേമവതി തൻ കവിളിൽ സ്വർണ്ണവർണ്ണരാഗങ്ങൾ
ധനുമാസ കുളിരലകൾ മധു ചൊരിയും രാവുകളിൽ സ്വരസാഗരഗീതവുമായി ഒരു ശാരിക വന്നല്ലോ. ധനുമാസ കുളിരലകൾ മധു ചൊരിയും രാവുകളിൽ സ്വരസാഗരഗീതവുമായി ഒരു ശാരിക വന്നല്ലോ. സമയം ഒരുപാടായി. രമ ജോലിക്ക് പോകുന്ന കാര്യം നീ രാവിലെ ഒന്ന് സൂചിപ്പിച്ചേരെ. ഇന്ന് ഓഫീസിൽ നേരത്തെ വരുമോ? പമ്പറന്നൂരുടെ അല്ലല്ലോ ഓഫീസ്. രമ പഠിച്ച കുട്ടിയല്ലേ, പിന്നെന്താ ഒരു ജോലിക്ക് പോയാൽ? ഞങ്ങളും അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു കണക്കിന് അമ്മണി പറയുന്നത് ശരിയാ. അരി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രമ വെറുതെ ഇരുന്ന് ബോറടിക്കണം, അല്ലെങ്കിൽ ഇവളുടെ ലാത്ത് കേൾക്കണം. രണ്ടും കണക്കാ. എന്നാലേ നിങ്ങൾ തന്നെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക്. ശരിയാ ചേട്ടാ, ചേട്ടൻ കാര്യമായിട്ടൊന്ന് ശ്രമിച്ചു നോക്ക്. രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമായിട്ട് കഴിയാലോ. ഞാൻ ശ്രമിക്കാം. ശരി. എത്ര മനോഹരമായ വീട്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ വീട് വാങ്ങിയത്. അച്ഛൻ്റെ കൂടെ താമസിച്ചാൽ എന്റെ ചില പരിപാടി അടക്കം മുടങ്ങും. എനിക്കൊരു സംശയം, ദുബായ് പോകുമ്പോ ഈ വീട് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, കൂട്ടിയിടുവനെ. അല്ല എന്ത് ചെയ്യും? ഗോപാ, ഗോപാ, ഗോപാ. ആ സുകുമാരനോ? വാ. ഗോപാ, മുടിഞ്ഞ സൗകര്യമാണല്ലോ. ഇത് സുകുമാരൻ, എന്റെ കൂടെ പഠിച്ചവനാ. ഇത് രശ്മി. ആ നീ ഇരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം. എടാ ഇവളുടെ കാര്യമല്ലേ ചോദിച്ചത്, എന്റെ വീട് എങ്ങനെയുണ്ടെന്ന്. വീടും കൊള്ളാം. അല്ല, ദുബായി ചെന്ന് 2 വർഷത്തിനകം നീ ഇങ്ങനൊരു വീടുണ്ടാക്കിയല്ലോ. മിടുമിടുക്കൻ. ഞാൻ പോട്ടെ, എനിക്ക് ഹോട്ടലിൽ പോകാൻ സമയമായി. നാളെ രാവിലെ ഇനി വരണം. വരാം. വരട്ടെ. Good night. ബൈ. എനിക്ക് ആ തടിച്ചയുടെ കൂടെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. അവിടെ തന്തയാണെ അതിനേക്കാൾ വലിയ ശല്യമാണ്. അതുകൊണ്ട് നീ എനിക്കും കൂടി ഒരു വിസ സംഘടിപ്പിച്ചതാ. ഞാനൊന്ന് രക്ഷപ്പെട്ടിട്ട്. ശരിയാക്കി തരാം. അത് മതി. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഞാൻ കുടിക്കും. അത് കഴിക്കടാ. മുമ്പോട്ട്. പ്രളയമേ, എടേ പ്രളയമേ, 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 പാല് തുറക്ക്. തന്നടേ, നിന്റെ തണ്ട എന്റെ അമ്മാവൻ ഭയങ്കര അയാൾക്കിത് പ്രസന്റ് ചെയ്യണം. ദുബായ് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ, വിസ കിട്ടണമെങ്കിൽ ഇപ്പോഴേ കുറിച്ച് പഠിച്ചാലേ പറ്റൂ. അങ്കിൾ പ്ലീസ് കം. മനുഷ്യൻ തുണമാനം കൊടുക്കാതെ നിൽക്കുന്നു. അതോട്ട് കയറാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂടെ? എന്റെ തന്തയ്ക്ക് വിളിക്കാൻ നിന്നെ നിന്റെ തന്ത വന്ന അയാളെ ഞാൻ അടിക്കും. നിന്നെ കുടുംബത്തോടെ അടിച്ച് മടക്കിയിട്ട് ഞാൻ ദുബായി. അമ്മാവൻ വേണമെങ്കിൽ ഒരു സ്മാൾ അടിക്കാം. അമ്മാവ, അമ്മാവിന് വേണ്ടി മരുമവും കൊണ്ടുവന്ന പരമദ്രോഹി. ദുബായ് ആണ് അമ്മാവ.
അയ്യോ അയ്യോ രമ, ഇന്ന് എന്നെ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. ഹെഡ് ക്ലാർക്ക് ഭാസ്കരപിള്ള ജോലിയുടെ വിധത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു. ശരി സർ. എന്നാൽ പോയിക്കോളൂ. താങ്ക് യു സർ. സാവിത്രി, എന്താ ഒരു മണിയാണ്. ആദ്യമായി ചേച്ചിക്ക് ശമ്പളം കിട്ടിയപ്പോ അയച്ചതായിരിക്കും. നീ ആ കണ്ണടയും എടുത്തേ മോളെ. എന്തിനപ്പോ കണ്ണട? പ്രിയപ്പെട്ട അച്ഛൻ, ഇന്നലെ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ ആദ്യമായി ശമ്പളം വാങ്ങിയ ദിവസം. അതിൽ നിന്നും 150 രൂപ അച്ഛൻ അയക്കുന്നു. അവിടെ അച്ഛനും രാഘവേട്ടനും സാവിത്രിക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം തന്നെ. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം മകൾ രമ. സർ, ഈ ലെറ്ററിന് എന്താ മറുപടി എഴുതേണ്ടത്? ഈ ഫയല് മാനേജരാണ് കൈകാര്യം ചെയ്യുന്നത്. സാറിന് കാണിക്കൂ. ശരി സർ. അപ്പോ ദുബായിലെ ജീവിതമൊക്കെ സുഖം തന്നെയല്ലേ? എന്തോന്ന് സുഖം, കുറെ കാശുണ്ടാക്കി, അല്ലാതെ ജസ്റ്റ് എ മിനിറ്റ്. സർ, എനിക്ക് നല്ല സുഖമില്ല. ഞാൻ വീട്ടിലേക്ക് പോവാണ്. മാനേജരോട് പറഞ്ഞോ? ഇല്ല, അവിടെ ആരൊക്കെ ഇരിപ്പുണ്ട്. സാറ് തന്നെ പറഞ്ഞാൽ മതി. ശരി. വീട്ടിൽ പറഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്. സോറി. സോറി. കെട്ടിത്തരന്ന് പ്രത്യേകം പറഞ്ഞതാ. ദാ, നീ പറഞ്ഞ എല്ലാ പാത്രങ്ങളും ഉണ്ട്. എന്തായിരുന്നു വല്ലായിരിക്കുന്നത്? എന്തു പറ്റി? എനിക്ക് നല്ല സുഖമില്ല. ഞാൻ നേരത്തെ കരുതിയതായി ചിട്ടികമ്പനി പൊട്ടുവന്നു. മഹാഭാവികൾ എത്ര പാവങ്ങളെയാ കണ്ണീര് കുടിപ്പിക്കുന്നത്. ഇവന്റെയൊക്കെ തലയിൽ ഇടിത്തേ ഉള്ളൂ. സാറേ, ഇയാളോ പെട്ടെന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞത്? എന്റെ മോളെ കല്യാണം, ഭഗവാനെ, ഇത്ര കണ്ണീർ ചോരയില്ലാത്തവന്മാരായി പോയല്ലോ. മിസ്റ്റർ ഹരി, ഒരു മിനിറ്റ്. ഹരിക്കെന്നെ മനസ്സിലായില്ലേ? ഗോവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിലായിരുന്നു. ലീവിന് വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. വളരെ നാളായി കണ്ടതല്ലേ, വരൂ വീട്ടിലേക്ക് പോ. സോറി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കഴിഞ്ഞ ആഴ്ച രമയെ കണ്ടിരുന്നു. രമ പറഞ്ഞില്ലേ? രമയുടെ മാനേജര് എന്റെ അടുത്ത ഫ്രണ്ടാ. ശരി, നമുക്ക് പിന്നെ കാണാം. ഓക്കെ. വേണ്ട. ഈ സമയത്ത് ജോലി പോയത് ഒരു തരത്തിൽ നന്നായി. മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ സമയമുണ്ടല്ലോ. കുറെ വയസ്സായതിനു ശേഷം ജോലി പോയിരുന്നെങ്കിൽ
ഹരി വിഷമിക്കരുത്. ഇന്ന് ഗോപനെ കണ്ടു. നിന്നെ ഓഫീസിൽ വെച്ച് കണ്ടതായി അയാൾ പറഞ്ഞു. ഹരി, ഞാൻ നീ മനഃപൂർവ്വം മറച്ചു വെച്ച കാര്യം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത. ഹരിയെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഞാൻ. ഞാൻ കുറ്റപ്പെടുത്തിയല്ല. May I talk to Mrs. Rema? Yes. Rema here? അന്ന് ഓഫീസിൽ വെച്ച് കണ്ട് പരിചയഭാവം പോലെ കാണിച്ചില്ല. പണ്ടൊന്നിച്ച് കോളേജിൽ പഠിച്ചവരെ കണ്ടാൽ ഒന്ന് ചിരിക്കാം, ആയിട്ടൊന്നുമില്ല. അതോ കല്യാണത്തിന് ശേഷം ചിരിക്കാൻ മറന്നോ? വൈകുന്നേരം ഓഫീസിലോട്ട് വരുമ്പോ വഴി ഞാൻ കാത്തു നിൽക്കും. കൂട്ടുകാരി കൂടെ ഇല്ലാതെ എനിക്ക് രമയെ ഒന്ന് കാണണം. എനിക്ക് യാതൊരു സമാധാനവും ഇല്ല. നടന്നൊക്കെ നടന്നു. അരിയെ വിവരം അറിയിക്കണ്ട. ഞാൻ ഭാഗ്യം കെട്ടവളാണ്. ഞാൻ എവിടെ ചെന്നാലും Yes, come in. നീ എന്തിനാണ് രമയെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അവൾ ഇന്നൊരു ഭാര്യയാണ്. പെൺകുട്ടികളെ ഉപദ്രവിക്കരുത്. നീ എന്നെ മനസ്സിലാക്കുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. ചുമ്മാ പോടാ. ഹലോ, ഗോപനാണ്. ആരാ? അരവിന്ദൻ. നീയാണ് എന്നെ സ്ഥലം മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പണത്തിന്റെ ഉങ്ക് കാരണം നീ അത് ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ നോക്കിക്കോ, ഞാൻ അതിന് പ്രതികാരം ചെയ്യും. അയാൾ ഇങ്ങനെ ദ്രോഹിച്ചതിന് ദൈവം കൂലി കൊടുക്കാതിരിക്കില്ല. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഞാൻ കാരണമാ. പക്ഷേ ട്രാൻസ്ഫർ കിട്ടിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എറണാകുളത്ത് എന്നാൽ ഈവനിങ് കോളേജ് ചേർന്ന് പഠിക്കാം. അതുകൊണ്ട് ഇതൊരു ഉപകാരമായി. കണ്ടോ, ഇതാണ് ചേട്ടന്റെ സ്വഭാവം. എന്ത് കുഴപ്പം സംഭവിച്ചാലും അതിൽ നിന്ന് ഒരു നല്ലത് കണ്ടുപിടിക്കും. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ദുബായിക്ക് പോകും. നീ പോകരുത് മരുമകനെ. നിങ്ങൾ എന്നെ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒന്നും വിലക്ക് വാങ്ങിച്ചതല്ലേ? ദുബായി ചെന്ന പൈസ ഞാൻ പുല്ലുപോലെ അയച്ചു. ആ പൈസ എന്നെ ഉപേക്ഷിക്കാനാണോ? വേണ്ടി വന്നാൽ അതും ചെയ്യും. ആലോചിച്ചടിക്കാൻ വരണം. എനിക്ക് ചോദിക്കാനും പറയാനും വേറെ ആളുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറെ നാൾ എന്റെ പിള്ളേരെ നോക്കാനും ചന്തയിൽ പോകാനും മീൻ വാങ്ങിക്കാനും ഒക്കെ നിർത്തിയിരുന്നില്ലേ അമ്മാവ? ഇനി ഞാനും എന്റെ വഴി നോക്കട്ടെ. ഇനി എപ്പോഴും തിരിച്ചു വരുന്നത്? എനിക്ക് തോന്നുമ്പോ തിരിച്ചു വരും. രാത്രി ഞാൻ ഗോവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഐ വിൽ ടേക്ക് ഡിന്നർ ഫ്രം ഗോവൻസ് ഹൗസ്. ഫാദർ-ഇൻ-ലോ, ബൈ ബൈ. ധോണി കിട്ടുന്നതിന് മുമ്പ് ഈ ഗമയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്.
മതി, ഇന്ന് കണ്ടമാനം കുടിച്ചു. മോളെ, ജീവിതമെന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ളതാണ്. ഒരു മനുഷ്യൻ മദ്യപിക്കാതെ സിഗരറ്റ് വലിക്കാതെ 1000 വർഷം ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? എനിക്ക് ദുബായി പോയി മടങ്ങി വന്നിട്ട് വേണം ലക്ഷ്മിയുടെ ഡാൻസ് ഒന്ന് കാണാൻ. അതിനെന്തിനാണ് ദുബായി പോകുന്നത്? നിനക്ക് ഡാൻസ് കാണണോ? കാണണം. ഇപ്പൊ കാണണോ? ഇപ്പൊ കാണണം. ലക്ഷ്മി ചെല്ലേ. ഇനി വളരെ സൂക്ഷിക്കണം. മദ്യപാനവും പുകവലിയും തീരെ പാടില്ല. അതുപോലെ തന്നെ കടുത്ത ജോലികളൊന്നും ചെയ്യരുത്. കുറെ കാലത്തേക്ക് കാർ ഡ്രൈവ് ചെയ്യുന്ന പോലും അപകടമാണ്. നിങ്ങളുടെ ഹാർട്ട് അത്രയ്ക്കും വീക്കാണ്. ഭയപ്പെടാനൊന്നുമില്ല. പരിപൂർണ വിശ്രമമാണ് ആവശ്യം. അച്ഛാ, ദാ വെള്ളം. അച്ഛാ, അല്ല ഇതാരാ? ചേട്ടനോ? ബിസിയൊക്കെ ശരിയായോ? അച്ഛാ, ദാ ചേട്ടൻ വന്നു. എത്രാം തീയതി പോകുന്നത്? എന്തിനാ കരയുന്നത്? പിസ കിട്ടിയില്ല. ഇനി ജീവിതത്തിലോട്ട് കിട്ടാനും പോകും. അതെന്താ? എന്റെ കൂട്ടുകാരന് ഹാർട്ടിന് സുഖമില്ലാതായി പോയി. അത് പിന്നെ വല്ല അലവലാതിയും വാങ്ങി കുടിക്കുമ്പോ ഓർക്കണം. ഹേയ്, അവനങ്ങനെ അലവലാതി ഒന്നും കുടിക്കില്ല. നല്ല വിസ്കിയും ബ്രാൻഡിയോ കുടിക്കൂ. ഇനി അതിന്റെ ഒക്കെ പേര് പറഞ്ഞ നിന്റെ കാൽ വെല്ലു പിടിക്കും. എന്റെ മരുമകൻ ദുബായിക്ക് പോകുന്നില്ലല്ലോ. ഇല്ലമ്മാവാ, ഇത് പിടിക്കാൻ. ഇത് മമ്മട്ടിയില്ല, എനിക്കെന്തിനാ? ദുബായിൽ പോയാലും നിന്നെ പോലുള്ളവർക്ക് ഈ പണിയെ കിട്ടത്തുള്ളൂ. എന്നാ പിന്നെ അത് ഇവിടെ ആയിക്കൂടെ? എന്നാലും ഫോറിൻ മമ്മട്ടിയോട് കളിക്കുന്ന ഒരു സുഖമാണ് അമ്മാവാ. മോനെ, ചിലപ്പോഴൊക്കെ നമുക്ക് വിധിയെ വിശ്വസിക്കേണ്ടി വരും. എന്നാൽ അതിന്റെ മുമ്പിൽ പതറിയാൽ നമ്മൾ തകർന്നു പോകും. നിനക്കറിയാമല്ലോ,
ഞാനും ഒരു കാലത്ത് ബിസിനസ് മുഴുവൻ നശിച്ച് തകർച്ചയുടെ നെല്ലിപ്പല കണ്ടവരാണ്. പക്ഷെ ഞാൻ കഠിനമായി പ്രവർത്തിച്ച് വിധിയെ തോൽപ്പിച്ചു. അച്ഛൻ സംസാരിക്കുന്നത് പണത്തിന്റെ കാര്യം. ദാരിദ്ര്യത്തിനും രോഗത്തിനും മനുഷ്യൻ നശിപ്പിക്കാൻ കഴിയും. എന്നാൽ രോഗത്തെ തോൽപ്പിക്കാൻ ഒരു തരത്തിൽ എളുപ്പമാണ്. ചിട്ടയായ ജീവിതവും പകരാത്ത ആത്മധൈര്യവും ഉണ്ടെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നിനക്ക് ആരോഗ്യം വീണ്ടെടുക്കാം. പക്ഷേ അതിനൊരുക്കമുള്ള മനസ്സുണ്ടായിരിക്കണമെന്ന് മാത്രം. ഞാൻ എന്നെ തന്നെ മാറ്റാൻ ശ്രമിക്കാന്ന് വെച്ചാൽ അതാണ് ആദ്യം വേണ്ടത്. ബാക്കിയുള്ളത് ദൈവം നടത്തും. എന്റെ ജോലിയുടെ കാര്യം തൽക്കാലം അത് മറന്നേക്ക്. പൂർണ്ണ ആരോഗ്യം കിട്ടിയതിനു ശേഷം ദുബായിൽ പോയാൽ മതി. അല്ലെങ്കിൽ ആ സമയത്ത് മറ്റു ജോലി കണ്ടുപിടിക്കാം. വെറുതെ കണ്ണടച്ച് കിടക്ക്. നല്ല റെസ്റ്റാ നിനക്കിപ്പോ ആവശ്യം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്താ ഗോപൻ ഇല്ലാതെ അമ്പലത്തിലൊക്കെ? പല പതിവുകളും കെട്ടി തുടങ്ങി. ഇവിടെ വരുമ്പോഴാണ് മനസ്സിനൊരു സമാധാനവും സന്തോഷം തോന്നുന്നു. വരട്ടെ. ശരി. രമേ, രമേ, ബാംഗ്ലൂരിലെ ജോലിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. മറ്റന്നാളെ ഇന്റർവ്യൂ. ഗുരുവായൂരപ്പ, ഈ ജോലി കിട്ടുന്നേ? എനിക്ക് ഹരിയോടും രമയോടും മാപ്പ് ചോദിക്കണം. എങ്കിലേ മനസ്സമാധാനം കിട്ടൂ. തൽക്കാലം അതൊക്കെ ഓർത്ത് ഗോപൻ വിഷമിക്കണ്ട. എനിക്കിപ്പോഴാണ് പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നുന്നു. ഞാൻ രമയോട് വിവരം പറയാം. അതിനുശേഷം ഗോപൻ സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ രമ ഇനിയും തെറ്റിദ്ധരിക്കും. സാരമില്ല, ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിട്ട് വരാം. ചേട്ടനില്ലാത്തോണ്ട് ആകെ ബോറടിച്ചു. രമേ, എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. രമേ പ്ലീസ്. ഞാൻ അവസാനമായിട്ട് പറയാണ്, മേലാൽ എന്നെ ഉപദ്രവിക്കരുത്. രമേ, അയാൾ എങ്ങനെ അറിയും? കോളേജിലുണ്ടായിരുന്ന റൗഡി. അയാളിപ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ മാസം അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു. വളരെ സീരിയസ് ആയിരുന്നു. ആളുകൾ പറയുന്നത് അയാൾ ചെയ്ത പാവത്തിന്റെ കൂലിയാണെന്നാണ്. ഇതാ ഇപ്പൊ വന്നതാണ്. എന്താണ്? അച്ഛന് അസുഖം വളരെ കൂടുതലാ. ഉടനെ ചെല്ലണമെന്ന്. എന്നാ പെട്ടെന്ന് പോകും. ലാസ്റ്റ് ബസ്സിന് സമയമായി. മിസ്റ്റർ ഹരിയുടെ വീടല്ലേ? അതെ. ഹരി ഇല്ലേ? ഇല്ല, ബാംഗ്ലൂർ പോയിരിക്കുകയാണ്. രമയോ?
രമയുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞു ഒരു ടെലിഗ്രാം വന്നിരുന്നു. ഇപ്പോഴും അങ്ങോട്ട് പുറപ്പെട്ടതേ ഉള്ളൂ. ഹരിയുടെ വീട് ഇതാണോ? അതെ, പക്ഷെ അവർ രണ്ടുപേരും ഇവിടെ ഇല്ല. ഞാൻ രമയുടെ വീട്ടിൽ നിന്ന് വരുവാ. അച്ഛന് സൂക്കേടുവിവരം പറയാൻ വന്നാണോ? അല്ല, അതിന് കമ്പി അടിച്ചിട്ടുണ്ട്. ഞാൻ വന്ന ഒരു മരുന്ന് വാങ്ങാനാ. പക്ഷേ ടൗണ് മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അമ്മാവിന് സോക്കേട് വളരെ കൂടുതലാ. ഉടനെ ഈ മരുന്ന് മേടിച്ചോണ്ട് ചെല്ലണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വരൂ, ഞാൻ വാങ്ങിത്തരാം. സാറ്? ഞാൻ ഹരിയുടെ ഒരു കൂട്ടുകാരനാ. വരട്ടെ? രമ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ കാണും. ആ, വരൂ. കേറൂ. ഈ മരുന്ന് ഇവിടെ ഇല്ലല്ലോ സാർ. അയ്യോ, സമയം ഒരുപാടായി. ഉടനെ മരുന്നും കൊണ്ട് ചെല്ലണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വിഷമിക്കായിരിക്കും, നമുക്ക് എവിടെങ്കിലും മാറാം. ഇപ്പൊ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അതും പോയി കാണും. ബസ്സില്ലേ? ബസ്സുണ്ട്, പക്ഷെ രണ്ടു പേരിലും കയറി ഇറങ്ങണം. എന്റെ ഗുരുവായൂരപ്പ, അമ്മോനൊന്നും വരുത്തല്ലേ. വിഷമിക്കാതെ വരൂ. ബസ്സിൽ പോയ വഴി ഞാൻ കാറി കൊണ്ടാക്കാം. വഴി ഒരുപാട് ദൂരമുണ്ട്. അത് സാരമില്ല, വരും. അയ്യോ, വേഗം പോ സാറേ, അമ്മ ഒത്തിരി കൂടുതലാ. സാറേ ഇടത്തോട്ട്, ഇടത്തോട്ട് തിരിച്ചോ. തിരിച്ചു. നേരെ പോക്കോ, നേരെ പോക്കോ. അയ്യോ രമ, രമേ, രമേ, സാറേ കാറ് നിർത്ത് കാറ്. രമേ, രമേ വാ കേറ്. പിന്നെ ഞാൻ മരുന്ന് വാങ്ങാനാണോ ഒക്കെ ചുറ്റി. അവസാനം ഈ സാറാ മരുന്ന് ചെന്നത്. പിന്നെ താമസിക്കണ്ടല്ലോ എന്ന് കരുതി സാറ് തന്നെ കാറിൽ കൊണ്ടുവന്നു. അപ്പോഴാ രമയെ കണ്ടത്. ഇല്ല, ഞാൻ നടന്നോളാം. അയ്യോ, അമ്മാവിന് അല്പം കൂടുതലാ. ഈ മരുന്ന് ഉടനെ കുത്തി വെക്കണം. അച്ഛന് കൂടുതലാണ്. വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടറും സാവിത്രി അമ്മാവിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാ കയറി. രമേ കയറൂ പ്ലീസ്. ഒന്നും ഭയപ്പെടാനില്ല. രാഘവനെ കണ്ടില്ലല്ലോ. മരുന്ന് കിട്ടിയോ? കിട്ടി. അച്ഛൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് നോക്കട്ടെ. തക്ക സമയത്ത് മെഡിസിൻ കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിക്കണം. ഡോക്ടർ, അച്ഛന് കുറവില്ല ഡോക്ടർ. ഒന്നും പറയാറായിട്ടില്ല, നാളെ ആവട്ടെ. തൽക്കാലം ഞാൻ പോവുകയാണ്. എന്തെങ്കിലും കൂടുതലാണെങ്കിൽ വിവരം അറിയിക്കൂ.
ആ സാറിനെന്താ? പാവം കാറി കിടന്ന് ഇറങ്ങാൻ തുടങ്ങുക. അകത്ത് കയറി കിടന്നിറങ്ങാൻ പറയൂ. ഇന്നലെ അച്ഛൻ സുഖമെന്ന് പറഞ്ഞ് കമ്പി വന്നു. അപ്പൊ തന്നെ രമ വീട്ടിൽ പോയി. ഇതാ താക്കോല്. എന്നാ ഞാനും ഉടനെ തന്നെ പോകാം. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മറ്റാരും ഇല്ലാത്തതാണ്. ആ ശരി. ഹരി, രാഘവൻ എങ്ങോട്ടാ? കടയിലോട്ട്. അമ്മാവൻ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. ആ ഗോപൻ സാർ ഇല്ലാതെനിക്ക് ആകെ കുഴപ്പമായി പോയാല്. ഞാൻ മരുന്നിന് വേണ്ടി ഇന്നലെ ടൗണിൽ കടയൊക്കെ കയറി ഇറങ്ങി. അവസാനം ഗോപൻ സാറാ ഞങ്ങൾക്ക് മരുന്ന് മേടിച്ചെന്ന് ഇവിടെ കൊണ്ട് വിട്ടത്. ഗോപൻ പോയോ? ഇല്ല, ഇന്നലെ രാത്രി മുഴുവൻ അങ്ങേര് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലായിരുന്നു. ഇത് ഞാൻ പോട്ടെ, അമ്മാവിന് കസ്തൂരാതി ഗുളിക വാങ്ങിക്കണം, പിന്നെ തവിടും. ചെല്ല് തെങ്ങോട് നോക്കിയിരിക്കുക. ഗോപൻ ചെയ്ത ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അച്ഛനെ ആരൊന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? രാവിലെ അത് കേട്ട ശേഷമാണ് എനിക്ക് സമാധാനമായത്. ഇനി രമ പോയെന്ന് കുളിച്ചിട്ട് വരും. ഇപ്പൊ എങ്ങനെയുണ്ട്? വളരെ കുറവ്. അച്ഛാ, ഗോപൻ പോകാൻ തുടങ്ങിയാണ്. ഗോപൻ എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ചെന്ന ഉടനെ ഹരിയോട് വിവരം പറയണം. ഞാൻ അവനെ കാര്യമാക്കാണ്. അച്ഛൻ ഇപ്പൊ നല്ല കുറവുണ്ടല്ലോ, അതുകൊണ്ട് ഉടനെ തിരക്ക് പിടിച്ച് ഓടി വരണ്ടാന്ന് പറയണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വരും. എനിക്ക് ഹരിയോടും രമയോടും കുറച്ച് സംസാരിക്കാനുണ്ട്. രണ്ടുപേരും ഉള്ളപ്പോ ഞാനൊരു ദിവസം വീട്ടിൽ വരാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. അച്ഛനിപ്പോ നല്ല സുഖം തോന്നുന്നുണ്ട്. എനിക്ക് ലീവ് തീരെയില്ല. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. വേണ്ട, അമ്മാവിന്റെ കാര്യം ഞങ്ങളും വായിക്കോളാം. ഇല്ലേ സാവിത്രി? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാഘവൻ ചേട്ടനൊന്ന് ഫോൺ ചെയ്താൽ മതി. ഒന്നിന്റെ ആവശ്യം വരില്ല. ചേച്ചി ധൈര്യമായി പോയിക്കോളൂ. ഞാൻ പോട്ടെ അച്ഛാ. ആ, മോള് പൊയ്ക്കോ. മതി. One more.
പറയേണ്ടത് ഗോവനെയാണല്ലോ. എന്താ ഹരി ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് ഹരിയെ പോലെ സംസാരിക്കാനേ അറിയും. ഗോവനെ പോലെ ആയാൽ അവനെ വിളിക്കണം. ഹരി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നേരിട്ട് കണ്ടിട്ടും നിന്റെ എല്ലാ തെറ്റും ക്ഷമിച്ചവനാണ് ഞാൻ. പിന്നെ നീ അവന്റെ കൂടെ പോയില്ലേ? മനഃപൂർവ്വമല്ല. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ അന്ന് അവനെ വീട്ടിൽ താമസിച്ചത്? ഞാനെല്ലാം പറയാം. വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. ഒരാളിനും പറയൊന്നും വേണ്ട. ഹരി, എന്നെങ്ങനെ കൊല്ലാതെ കൊല്ലരുത്. ഹരി, ഹരി എപ്പോ വന്നു? ഇപ്പൊ തന്നെ. ഹരിയെ കാണാതെ രമ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? മേലെ അവളുടെ കാര്യം എന്നോട് പറയരുത്. എന്താ ഹരി, എന്ത് പറ്റി? ഇത് അവിടെ കിടപ്പുണ്ട്. രമേ, രമേ, രമേ. തക്ക സമയത്താണ് ഗോവൻ വന്നത്. എന്താ കാര്യം? ഹരിയും രമ്യമായി വഴക്കുണ്ടായി. ഹരി അവളെ ഒരുപാട് തല്ലി. അവൾ താഴെ വീണു. ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. രമ്യ ഗർഭിണിയാണ്. പേഷ്യന്റ് കൊണ്ടുവരുന്നുണ്ട്. അബോർഷൻ കേസാ, കുറച്ച് സീരിയസാ. ഒന്ന് പേഷ്യന്റ് എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. അവിടെ ഡോക്ടർ തങ്കമ്മയുണ്ടല്ലോ. എന്നാലും ഡോക്ടർ ഇവിടെ ഒന്ന് വരണം പ്ലീസ്. ശരി, ഞാൻ വരാം. ഉടനെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. വേഗമായിട്ട് വരണം. പോയിട്ട് വരൂ. ഈ മരുന്ന് വേഗം വാങ്ങണം. ഞാൻ അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. വേഗം ഒരു ഹസ്ബൻഡിനെ വിളിച്ചോണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാം. ഹരി, ഹരി എന്താ ഇത്? നീ കുടിച്ചിട്ടുണ്ടോ? എന്നെ കുടിപ്പിച്ചതാണ് ആ തേവടിശി. രമയുടെ അവളെ ഞാൻ അടിച്ച് പുറത്താക്കി. അവളിപ്പോ അവളുടെ കാമുവിന്റെ കൂടെ കാണും. ഹരി, എന്താ ഈ പറയുന്നത്? സത്യം, എന്റെ ഭാര്യ ഗോവന്റെ കാമുകയായിരുന്നു. ഇപ്പോഴും അവൾക്ക് അവനാണ് ഇഷ്ടം. നീ സ്വബോധമില്ല എന്തൊക്കെ ഈ പറയുന്നത്? ആ, നിങ്ങൾ വന്നു. നീ എവിടെ പോയി? രമ വളരെ സീരിയസ് ആയി ആശുപത്രിയിലാണ്. ഹരി ഒന്നും ഉടൻ വരെ വരൂ. എനിക്ക് അവളെ കാണണ്ട. ഹരിക്കറിയാമോ, രമ ഗർഭിണിയാണ്. ഹരി ബാംഗ്ലൂർ പോയ ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് ഡോക്ടറെ കണ്ടത്. ഈ സമയത്ത് ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാൽ. ഹരി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹരി വരൂ, ഇനി സമയം കളയണ്ട. രമയുടെ വീട്ടിൽ ചെന്നതിന് ഗോപന് വെറുതെ സംശയിക്കരുത്. രാഘവൻ മരുന്ന് കിട്ടാതെ വിഷമിച്ചിവിടെ വന്നു.
ഗോവൻ വിവരം അറിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയതാ. രമ അതിനു മുമ്പ് തന്നെ ബസ്സിൽ പോയിരുന്നു. വീട്ടിനടുത്ത് വെച്ച് രാഘവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രമ കാറിൽ കയറിയത്. ഈ വിവരങ്ങളെല്ലാം ഗോവൻ പറഞ്ഞതാ. ഹരി വരൂ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വരാനല്ലേ പറഞ്ഞത്? വട രമയുടെ വീട്ടിലേക്കൊന്ന് വിവരം അറിയിക്കണം. ഞാൻ രക്ഷപ്പെടില്ലേ ഡോക്ടർ? വളരെ സീരിയസ് ആണ്. എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആണ്. രമയുടെ അച്ഛൻ ടെലിഗ്രാം കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. പാവം, ഗോവനാണ് എല്ലാം ചെയ്യുന്നത്. രമയ്ക്ക് വളരെ സീരിയസ് ആണ്. വേഗം ഈ മരുന്ന് വായിക്കും. ഗോവിൻ, 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 ഗോവിൻ. ഒരാളെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തില്ല. ഉണ്ട്. ഒന്ന് കാണണമായിരുന്നു. കാണാൻ പറ്റില്ല, അല്പം സീരിയസ് ആണ്. മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ വിശ്വസിക്കൂ. എന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. മതി. ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്.